നമസ്കാരം. കണ്ണൂർ കായലോട് സദാചാരക്കൊലയിൽ SDPIയെ പ്രതിക്കൂട്ടിലാക്കി യുവതിയുടെ ആൺ സുഹൃത്ത് റഹീസിന്റെ മൊഴിയും. സംഘം ചേർന്ന് മർദ്ദിച്ചു, ഫോട്ടോ പരസ്യപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി, മൊബൈൽ ഫോണുകൾ ബലം പ്രയോഗിച്ച് കൈക്കലാക്കി, സ്കൂട്ടറിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയി, ഒഴിഞ്ഞ പറമ്പിൽ വെച്ച് മർദ്ദിച്ചുവെന്നും റഹീസ് പറയുന്നു. ഭീഷണിപ്പെടുത്തിയ സംഘത്തിൽ കൂടുതൽ പേരുണ്ട് എന്നും മൊഴിയിൽ പറയുന്നുണ്ട്. ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് തന്നെ എത്തിച്ചു എന്ന റസീനയുടെ ആത്മഹത്യാക്കുറിപ്പിലെ പരാമർശം ആൺസുഹൃത്ത് ശരിവെക്കുമ്പോൾ ആ മരണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന SDPIയുടെ വാദങ്ങളാണ് പൊളിയുന്നത്. സ്പെഷ്യൽ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് BJP നേതാവ് ഗോകുൽ ഗോപിനാഥ്, ശ്രീ VM ഫൈസൽ SDPI നേതാവ്, ശ്രീ EN നന്ദകുമാർ RSS സഹയാത്രികൻ, ശ്രീ CK ഷാക്കിർ യൂത്ത് ലീഗ് നേതാക്കൾ ആണ്. ആദ്യം ശ്രീ ഗോകുലിലേക്ക്. ഗോകുൽ, ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ എല്ലാം തന്നെ SDPIക്ക് എതിരാണ്. പ്രത്യേകിച്ച് റസീനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന പരാമർശങ്ങൾ, അതോ അതിനെ ശരിവെക്കുന്ന തരത്തിലുള്ള സുഹൃത്തിൻ്റെ മൊഴി, ഇതിൽ നിന്നെല്ലാം ആൾക്കൂട്ട വിചാരണ, സദാചാര വിചാരണ എന്നതിനപ്പുറത്ത് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? SDPI പറയുന്നത് പോലെ തങ്ങൾക്ക് ഇതിൽ ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ പറ്റുന്ന ഒന്നാണോ ഈ മരണം, ഈ കൊലപാതകം? ഇവിടെ കണ്ണൂരില് പിണറായി കായലോട് നടന്ന ഈ സദാചാര കൊലപാതകം, ഈ ആത്മഹത്യ കൊലപാതകം എന്ന് തന്നെയാണ് നമ്മൾ വിശേഷിപ്പിക്കേണ്ടത്. ഈ സദാചാരം എന്ന പദത്തിന് ഒരു തരത്തിലും മൂല്യം കൽപ്പിക്കാതെ തങ്ങളുടെ ലൈംഗികവും സാമൂഹികവുമായ ദാരിദ്ര്യത്തെ മറ്റുള്ള മനുഷ്യന്റെ സന്തോഷത്തിന് മേൽ ആക്രമണ സ്വഭാവത്തോടു കൂടി സമീപിക്കുകയും തങ്ങളുടെ ലൈംഗിക ദാരിദ്ര്യത്തെ മാറ്റാൻ വേണ്ടി മനുഷ്യ സ്വാതന്ത്ര്യത്തിന് മേൽ കടന്നു കയറുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ SDPI അടക്കമുള്ള, പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ, NDF അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ കഴിഞ്ഞ കാലങ്ങളെല്ലാം ശ്രമിച്ചിട്ടുള്ളത്, നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ SDPI എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ സംഘടന മാത്രമാണ്. 1977 സിമി രൂപീകരിക്കപ്പെട്ടതിന് ശേഷം വിവിധ ഘട്ടങ്ങളിൽ, പല രൂപങ്ങളിൽ, പല പുറം ചട്ടകളിൽ, പല രാഷ്ട്രീയ നയങ്ങളിലൊക്കെ ഇവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ ഇവരുടെ യഥാർത്ഥ രാഷ്ട്രീയ സ്വഭാവം എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾക്ക് മേൽ മതത്തിന്റെ, അവരുടെ പ്രത്യേക തരത്തിലുള്ള വർഗീയ സ്വഭാവത്തിന്റെ കടന്നുകയറ്റത്തെ കൂടുതൽ വ്യാപിപ്പിക്കുക എന്ന രാഷ്ട്രീയവും മതപരവുമായിട്ടുള്ള അവരുടെ അന്തസ്സത്ത എല്ലാ കാലത്തും അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ പ്രകടനത്തിന്റെ ഉദാഹരണമാണ് ഇവിടെ റസീനയുടെ ആത്മഹത്യയിലേക്കും കൊലപാതകത്തിലേക്കും ഒക്കെ എത്തിച്ചിട്ടുള്ളത്. ഇവിടെ അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് SDPIയും PDPയും NDFും ഒക്കെ അവരവരുടെ ഈ തരത്തിലുള്ള സ്വഭാവം പല ഘട്ടങ്ങളിൽ സമൂഹ സാഹചര്യങ്ങളിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് എവിടെയാ സംഭവിക്കുന്നത്? കേരളത്തിലാണ്. കേരളത്തിൽ എവിടെയാ? കണ്ണൂരാണ്. കണ്ണൂർ എവിടെയാ? പിണറായി പോലീസ് സ്റ്റേഷന്റെ കീഴിലാണ്. ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പിണറായി പോലീസ് സ്റ്റേഷനിലാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ, കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ, അദ്ദേഹത്തിന്റെ തറവാട്ടിനകത്ത്, അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലത്തിനുള്ളിൽ SDPIയുടെയും NDFന്റെയും പ്രവർത്തകർ ഇത്തരത്തിൽ അഴിഞ്ഞാടാൻ വേണ്ടി അവർക്ക് ഹുങ്കും അവർക്ക് ബലവും നൽകുന്നത് ഈ നാട്ടിൽ കേരളം ഭരിക്കുന്ന CPM അടക്കമുള്ള സംഘടനകളാണെന്ന് കൂടി നമ്മൾ പറഞ്ഞു വെക്കേണ്ടി വരും. അവരുടെ പ്രീണന രാഷ്ട്രീയം, അവരുടെ എന്തും ചെയ്യാൻ ഇത്തരം വർഗീയ കക്ഷികളെ തുറന്നു വിടുന്ന സമീപനം നമ്മുടെ ചെറുപ്പക്കാരുടെ ജീവൻ എടുക്കുന്ന, അവരുടെ പ്രണയവും അവരുടെ സൗഹൃദവും എല്ലാം വർഗീയ താല്പര്യങ്ങളുടെ കാണുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹ പ്രക്രിയ എത്തിച്ചിട്ടുണ്ട്. ഇതിനെതിരെ ശക്തമായ മുന്നേറ്റം പൊതുസമൂഹത്തിന്റെ ഭാഗമായി ഉണ്ടാവണം. ഈ സദാചാര ഗുണ്ടായിസം, ഈ സദാചാര പോലീസിംഗ് എന്ന് പറയുമ്പോൾ ഈ സദാചാര പോലീസിംഗ് എന്ന പദം തന്നെ മാധ്യമങ്ങൾ ഒഴിവാക്കണം. തീർച്ചയായും താങ്കൾ ഈ പറയുന്നത് പോലെ കഴിഞ്ഞ ദിവസം ഇതേ ചോദ്യം തന്നെ മാധ്യമപ്രവർത്തകർ PK ശ്രീമതിയോട് ചോദിച്ചിരുന്നു. അതിനവർ നൽകിയ മറുപടി, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെന്നോ പ്രദേശത്തോ എന്നോ ഒന്നുമില്ല, ഇത് മത തീവ്രവാദത്തിന്റെ ഭാഗമാണ്, ഇത് താലിബാനിസം ആണ്, അതെവിടെയും നടക്കും, ആ സ്വഭാവമുള്ളവർ എവിടെയൊക്കെ ഉണ്ടോ അവിടെ ഇതുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിത് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നാട്ടിലാണ് എന്നതുകൊണ്ട് കാര്യമുണ്ടോ?
ഇവിടെ മുഖ്യമന്ത്രിയുടെ നാട്ടിലാണ്, മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലാണ് എന്ന് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് തന്റെ നാട്ടിലെ ഇത്തരം വർഗീയ കക്ഷികളെ, നമുക്ക് മുഖ്യമന്ത്രി ഇന്റലിജൻസ് ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. അപ്പോ ഇത്തരത്തിലുള്ള സാമൂഹിക വിപത്തുകളെ തിരിച്ചറിയാനും ഇവരെല്ലാം തുറുങ്കിലടയ്ക്കാനുമുള്ള സംവിധാനങ്ങൾ കയ്യിലുള്ള MLA കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രദേശത്താണ് നടക്കുന്നത്. സ്വാഭാവികമായി ചർച്ച ചെയ്യപ്പെടും, വിമർശിക്കപ്പെടും. അതിനകത്ത് ഇത് സാമാന്യവൽക്കരിച്ച് ഇതിന്റെ ഗൗരവത്തെ അല്ല, അങ്ങനെ സാമാന്യവൽക്കരിക്കുക മാത്രമല്ല ഗോകുൽ ചെയ്തിട്ടുള്ളത്. അവർ അതിശക്തമായ പ്രതിഷേധം നടത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇടത് സംഘടനകൾ ഇതിൽ പ്രതിഷേധമടക്കം നടത്തുന്ന സാഹചര്യമുണ്ട്. അങ്ങേയറ്റം രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഇതിപ്പോൾ കെ രാഗേഷ് ഉൾപ്പെടെയുള്ളവർ ഇത് ആവർത്തിക്കുന്നുമുണ്ട്. ഇത് താലിബാനിസം തന്നെ എന്ന തരത്തിൽ പൂർണ്ണമായും SDPI തള്ളിക്കളയുന്ന, അല്ലെങ്കിൽ ഈ പ്രവൃത്തിയെ തള്ളിക്കളയുന്ന നിലപാട് തന്നെയാണ് അവർ സ്വീകരിക്കുന്നത്. ഇവിടെ 2010 പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ നമ്മുടെ പ്രൊഫസർ ജോസഫ് മാഷിന്റെ കൈവെട്ടിയപ്പോഴും CPM ഇത്തരത്തിലുള്ള അപലപനങ്ങൾ തന്നെയാണ് നടത്തിയിട്ടുള്ളത്, തള്ളിക്കളയലുകൾ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അവർ അധികാരത്തിലെത്തി 9 വർഷം പിന്നിടുമ്പോഴും താലിബാനിൽ നടക്കുന്നത് പോലെ ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വെള്ളവും വളവുമുള്ള നാടുകളിൽ നടക്കുന്നത് പോലെ സമാനമായിട്ടുള്ള മനുഷ്യന് നേരെയുള്ള ആക്രമണങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോ അത് ആരാ ഉത്തരവാദി? സ്റ്റേറ്റ് അല്ലേ ഉത്തരവാദി? അവിടെ CPM-ഓ കോൺഗ്രസോ ഒന്നല്ല, കേരളം ഭരിക്കുന്ന, സ്റ്റേറ്റ് ഭരിക്കുന്ന ഈ ജനാധിപത്യ പ്രക്രിയയിലൂടെ കടന്നു വന്ന് ഈ ജനാധിപത്യത്തിന്റെ ഭൂരിപക്ഷ അഭിപ്രായത്തോടുകൂടി ഈ നാട് ഭരിക്കുന്ന CPM-നും LDF-നും അതിന് നേതൃത്വം കൊടുക്കുന്ന തലവൻ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ സർക്കാരിനും ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം മറച്ചു വയ്ക്കാൻ വേണ്ടി ഇവർ ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് സാമാന്യവൽക്കരിക്കാൻ ശരിയല്ല. ഉത്തരവാദിത്തം അവരുടെ തന്നെയാണ്. അവർക്ക് പ്രധാനമായ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ, ഇത്തരം പക്ഷേ അവിടെ ഗോകുൽ, ഈ സംഭവം ഉണ്ടായതിനു ശേഷം തൊട്ടു പിന്നാലെ 3 പേർ പിടിയിലായിട്ടുണ്ട്. അവരുടെ ചിത്രങ്ങളടക്കം ന്യൂസ് 18-ലും മറ്റു ചാനലുകളിലൂടെ എല്ലാം കാണാം. ഈ ചർച്ചയ്ക്കിടയിലും ആ അറസ്റ്റിലായവരുടെ ചിത്രങ്ങളടക്കം നൽകുന്നുണ്ട്. ഇന്നിപ്പോൾ സുഹൃത്ത് റഹീസിന്റെ മൊഴിയടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കൂടുതൽ പേരുണ്ട് എന്ന് റഹീസ് പറയുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. അപ്പോൾ വളരെ കൃത്യമായി, അതായത് CPM-ന്റെയും LDF-ന്റെയും SDPI ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒക്കെ PFI-യുടെ ഒക്കെ പ്രീണനം നമ്മൾ കഴിഞ്ഞ കുറെ കാലങ്ങളിൽ കാണുന്നുണ്ട്. ഇവിടെ CPM-ന്റെയും SFI-യുടെയും പ്രധാനപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ മഹാരാജാസ് കോളേജിൽ മരണപ്പെട്ടു, അഭിമന്യു. നമ്മളെല്ലാം കണ്ണുനീരോടുകൂടിയാണ് ആ വാർത്ത കണ്ടത്. ആ ചെറുപ്പക്കാരന്റെ അമ്മയുടെ മകനെ എന്നുള്ള കരച്ചിൽ, തമിഴ് കലർന്ന ആ കരച്ചിൽ നമ്മൾ ഹൃദയവേദനയോടുകൂടിയാണ് നമ്മൾ കേരള സമൂഹം കണ്ടത്. ആ അഭിമന്യുവിന്റെ കൊലപാതകത്തിലെ 1-ാം പ്രതിയും 2-ാം പ്രതിയും നിലവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അവർ വിചാരണ നേരിടുന്നുണ്ടോ? പോപ്പുലർ ഫ്രണ്ടിന്റെയും SDPI-യുടെയും പ്രവർത്തകരല്ലേ CPM-ന്റെയും SFI-യുടെ അഭിമന്യുവിനെ കൊന്നത്? അവര് അതിന്റെ 1-ാം പ്രതി, അയാളെ കുത്തിയ, ഇടനെഞ്ചിൽ കടാര ആഴത്തിൽ കുത്തിയ പോപ്പുലർ ഫ്രണ്ടുകാരൻ, SDPI-കാരൻ എവിടെയും പരാമർശിക്കപ്പെട്ടിട്ടുണ്ടോ? പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാന ആളുകളല്ലേ അവര് ഈ നാട് വിട്ടു പോയില്ലേ? അല്ലെങ്കിൽ ഈ നാട്ടിൽ വേഷം മാറി അവർ നടക്കുന്നില്ലേ? ഇതിനെ പിടിക്കാൻ, അഭിമന്യുവിന്റെ കൊലപാതകളെ പിടിക്കാൻ കഴിയാത്ത പിണറായിയുടെ പോലീസാണോ, പിണറായി സർക്കാരാണോ ഇവിടെ ഈ സദാചാര ഗുണ്ടായി അവസാനിപ്പിക്കുന്നത്? ഇതാണ് താങ്കളുടെ പ്രതികരണമെങ്കിൽ ഞാൻ ശ്രീ നന്ദകുമാറിലേക്ക് പോവുകയാണ്. ശ്രീ നന്ദകുമാർ, ഇവിടെ ഗോകുൽ സൂചിപ്പിക്കുന്നത് ഇത് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നാട്ടിൽ നടന്ന ഒരു സദാചാര കൊലയാണ്, അതിന് സർക്കാരിനും ഉത്തരവാദിത്തമുണ്ട് എന്നാണ്. പക്ഷേ ഇന്നലെ ഇതേ വിഷയം ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ SDPI-യുടെ പ്രതിനിധി അടക്കം പറഞ്ഞത് ഇതൊരു തരം ഗൂഢാലോചനയാണ്, സർക്കാരിൻ്റെ ഗൂഢാലോചനയാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് SDPI-യിലേക്ക് എത്തുന്നത്. SDPI എന്ന പാർട്ടിക്ക്, പ്രസ്ഥാനത്തിന് ഈ മരണവുമായി ഒരു ബന്ധവുമില്ല. അത്തരത്തിൽ, അതായത് SDPI-യെ താലിബാനിസം എന്ന് അടക്കം വിളിച്ച് അധിക്ഷേപിക്കുന്നത് ഒരു തരം ഗൂഢാലോചനയാണ് എന്നുള്ളതായിരുന്നു ഇന്നലത്തെ പ്രതിനിധിയുടെ പ്രതികരണം. അഭിലാഷ്, ഇതിനകത്ത് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം, പറയൂ അഭിലാഷ്. ഇതിനകത്ത് ശ്രീമതി ടീച്ചർ പറഞ്ഞൊരു വിഷയമുണ്ട്. അവിടെ പിണറായിയില് താലിബാനിസം നടപ്പിൽ വന്നു എന്ന് പറയുന്നത് ശ്രീമതി ടീച്ചറാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തില് അവിടെ തീവ്രവാദികൾ കഴിഞ്ഞാടുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് കേരള സർക്കാരാണെന്ന് അതിൽ നിന്ന് ബോധ്യമാണ്.
കാരണം അല്ലെങ്കിൽ അവിടെ താലിബാനിസം ഉണ്ടെന്ന് ടീച്ചർ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ടീച്ചർ പറഞ്ഞത് അവിടെ താലിബാനിസം ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ രാകേഷ് പറഞ്ഞത് അവിടെ താലിബാനിസം തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ താലിബാനിസം എവിടെയാണ് ഉള്ളത് കേരളത്തിൽ എന്ന് ചോദിച്ചാൽ അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലാണ്. അതുണ്ടാവാൻ എല്ലാ സാധ്യതയുണ്ട്. കാരണം എനിക്കിപ്പോ ഈ വിഷയം മാത്രമല്ല ഉള്ളത്. കേരളത്തിൽ എന്തിനാണ് മുഖ്യമന്ത്രിയുടെ മരുമകനായിരിക്കുന്ന ആള് ഒരു സ്ത്രീയെ തലാഖ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെന്ന് വ്യക്തമാക്കേണ്ട ആവശ്യമുണ്ട്. കേരളത്തിൽ പൊതുവെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ അതിന്റെ എല്ലാം പ്രധാനപ്പെട്ട ആളുകൾ ഒരു മന്ത്രി അടങ്ങുന്ന അല്ലെങ്കിൽ ഒരു പഴയ MLA അടങ്ങുന്ന ആളുകള് അവര് സ്വന്തം ഭാര്യമാരെ ഉപേക്ഷിക്കുന്ന സമയത്ത് ആ ഭാര്യമാരെ ഉപേക്ഷിക്കാൻ വേണ്ടി കണ്ടെത്തുന്ന ന്യായീകരണങ്ങളടക്കം ഇത് തികച്ചും ഒരിക്കലും ഒരു സ്ത്രീപക്ഷത്തിന് അടിസ്ഥാനത്തിൽ ചിന്തിക്കാൻ സാധ്യമല്ല. സ്ത്രീ വിരുദ്ധമായിരിക്കുന്ന നടപടികളാണ്. അങ്ങനെ സ്ത്രീ വിരുദ്ധമായിരിക്കുന്ന നടപടികൾ സ്വന്തം മന്ത്രിസഭയിലുള്ള ആളുകൾ പോലും നടപ്പിലുള്ള സമയത്ത് അതിനെതിരായിട്ട് ശ്രീ നന്ദകുമാർ, അതായത് അവർ മന്ത്രിയായിരിക്കാം, MLA ആയിരിക്കാം, ജനപ്രതിനിധി ആയിരിക്കാം, അതിനപ്പുറത്ത് അവരുടെ കുടുംബപരമായ വിഷയങ്ങൾ ഉണ്ടാകും. അവിടെ വിവാഹമോചനം എന്നതും വേർപിരിയൽ എന്നതുമൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന് നിയമപരമായ ഇടങ്ങളുണ്ട്. അതിൽ പരാതി ഉണ്ടെങ്കിൽ സ്വാഭാവികമായും പരാതിപ്പെടാനുള്ള ഇടങ്ങളുണ്ട്. ഞാനിത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു സാധാരണ ഒരാളുടെ കുടുംബ പശ്ചാത്തലത്തെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഒരു മന്ത്രിയായിരിക്കുന്ന ഒരാള് ഈ തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മര്യാദയാണോ ഇത്? അതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊരു സന്ദേശമാണ് വാസ്തവത്തിൽ കൊടുക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള കോൺഗ്രസ് അടക്കമുള്ള പ്രസ്ഥാനങ്ങള് തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് താലിബാനിസ്റ്റുകൾക്ക് എന്തൊരു സന്ദേശമാണ് കൊടുക്കുന്നതെന്ന് വ്യക്തമാക്കേണ്ടതാണത്. അപ്പൊ അതുകൊണ്ട് വളരെ വർഷങ്ങളായിട്ട് പിണറായി അടക്കമുള്ള പല നിയോജക മണ്ഡലങ്ങളും വിഷയമാണോ ഇത്? ഒരു വിഭാഗം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഒരു വിഭാഗം ആളുകൾ എത്തി അതിനെ ചോദ്യം ചെയ്യുന്നു. അവിടെ നിന്ന് ഒരാളെ തട്ടിക്കൊണ്ടുപോകുന്നു. റഹീസിന്റെ FIRന്റെ പകർപ്പിൽ വളരെ വ്യക്തമാണ്. FIRന്റെ കോപ്പി എന്നതൊന്നും രഹസ്യ സ്വഭാവമുള്ള ഒന്നല്ലല്ലോ, അത് പരസ്യ സ്വഭാവമുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായി പറയുന്നത് തട്ടിക്കൊണ്ടുപോകുന്നു, മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു, മൊബൈൽ ഫോണുകൾ ബലം പ്രയോഗിച്ച് കൈക്കലാക്കുന്നു. അതാണല്ലോ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതിനപ്പുറത്ത് ഇതൊരു കുടുംബ വിഷയമാണെങ്കിൽ അത് കുടുംബത്തിൽ നടക്കുന്ന ഒന്ന് എന്ന നിലയിൽ നമുക്ക് അത്രമേൽ ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ഞാൻ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുന്നു, കേരളത്തില് സ്ത്രീകൾക്ക് ജീവിക്കാൻ സാധ്യമല്ലാത്ത ഒരു സാഹചര്യം നിലവിലിരിക്കുകയാണ്. കാരണം സ്ത്രീകളെ കേരളത്തിൽ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ സ്ത്രീകൾക്ക് വേറെ പുരുഷനായിട്ട് സംസാരിക്കാൻ പാടില്ല. സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ ചില ആളുകൾ ഇടപെടുന്നു. അവർ ഇന്ന വസ്ത്രം ധരിക്കുന്നു, വാശി പിടിക്കുന്നു. ഇത് പുരുഷന് ബാധകമല്ലേ? പുരുഷന്മാരായിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഷർട്ട് ഉപയോഗിക്കാം, അവർക്ക് മുണ്ട് ഉപയോഗിക്കാം, വിരോധമില്ല. പക്ഷേ സ്ത്രീകള് സ്വന്തം മുഖം കാണിക്കാൻ പാടില്ല എന്നുള്ള തരത്തിൽ പോലും ഈ തരത്തിൽ നിഷ്കർഷകൾ വച്ചു പുലർത്തുന്നത് ചില തീവ്രവാദ പ്രസ്ഥാനങ്ങളാണ്. ഇപ്പൊ ഇതിനെല്ലാം അംഗീകരിക്കാൻ ഇവിടെ ആർക്കും മടിയില്ലല്ലോ. ഇതിനെല്ലാം അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നത് അംഗീകരിക്കുന്ന പറയാൻ കാരണം സർക്കാർ കേരളത്തിന്റെ ഇടതുപക്ഷത്തിന് ശബരിമല പ്രശ്നത്തിനകത്ത് അവരുയർത്തിയിരിക്കുന്ന നവോത്ഥാന മതിലിനകത്ത് അണിനിരന്നിരിക്കുന്ന ആളുകൾ ഇത്തരത്തിൽപ്പെട്ട ആളുകളാണ്. എന്ന് വെച്ചാൽ എനിക്കതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു സ്ത്രീക്ക് അവരുടെ ഇഷ്ടപ്രകാരം മുഖം മറച്ച് നടക്കണമെങ്കിൽ നടക്കാം, അതിന് നമുക്ക് ചോദ്യം ചെയ്യേണ്ടതില്ല. അതേസമയം ആ സ്ത്രീ പറയുന്നു, ഞാൻ മുഖം മറച്ചിരിക്കുന്നത് ഇന്ന വ്യക്തിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ്, അല്ല എങ്കിൽ എനിക്കിങ്ങനെ മുഖം മറച്ച് നടക്കാൻ ഭയപ്പാടുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അവിടെ ഭരണകൂടം ഇടപെടേണ്ടതുണ്ട്. ഇതങ്ങനെ നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതായത് റസീനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ എനിക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അതാരാണ് ഉണ്ടാക്കിയത് എന്ന് കണ്ടെത്തണം. അവരെയാണല്ലോ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത്. അല്ല, കേരളത്തിൽ ഇന്നിപ്പോ ജീവനൊടുക്കുന്ന ഒരു സ്ത്രീ പറയുന്നു എനിക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയെന്ന്. പക്ഷെ മറ്റുള്ള സ്ത്രീകൾക്ക് ഇതേ പ്രശ്നമുണ്ട്. അവർ ജീവൻ ഒടുക്കിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന വസ്ത്രധാരണത്തിലടക്കം അതുപോലെ തന്നെ സ്റ്റേജിൽ അല്ല അവരെങ്ങനെയാണ് അവർ പാവങ്ങളുടെ രംഗത്ത് വരിക? കേരളത്തിൽ ഞാൻ വേറൊന്ന് ചോദിക്കട്ടെ, കേരളത്തില് മുത്തലാഖിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. മുത്തലാഖിന്റെ പ്രശ്നത്തിൽ ഏത് സ്ത്രീയാ കേരളത്തിൽ രംഗത്ത് വന്നേ?
അത് രംഗത്ത് വന്ന് ഉത്തർപ്രദേശിലെ സ്ത്രീകളാ രംഗത്ത് വന്നത്. കാരണം കേരളത്തിലെ സ്ത്രീകൾക്ക് 4 വിവാഹം കഴിക്കുന്നതിന് ഒരു സ്ത്രീ അനുകൂലിക്കുന്ന ഞാൻ ധരിക്കുന്നില്ല. ഒരു സ്ത്രീയും തലാഖ് 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 എന്ന് പറയുന്ന സമയത്ത് ഉപേക്ഷിക്കപ്പെടുന്നതിന് ഒരു സ്ത്രീയും തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സ്ത്രീകൾ നിർബന്ധിതരാണ്. സ്ത്രീകൾ ഇത്തരത്തിൽ വരേണ്ടതിന് നിർബന്ധിതരാണ്. അങ്ങനെ സ്ത്രീകൾ നിർബന്ധിതരാകാൻ കാരണമുള്ളത് കേരളത്തിന്റെ രാഷ്ട്രീയ സംവിധാനങ്ങളാണ്. ഈ രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് കൃത്യമായിട്ട് ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. ആ ഉദ്ദേശ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവര് പ്രവർത്തിക്കുന്ന സമയത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് കേരളത്തിലെ സ്ത്രീകളാണ്. ആ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചിന്തിക്കേണ്ടതില്ലേ? ഒരുപക്ഷെ നമുക്ക് വിദ്യാഭ്യാസം കുറവാന്ന് പറയുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ സ്ത്രീകള് പീഡിപ്പിക്കപ്പെടുന്നതും കേരളത്തിലാണ് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോ റസീനയുടെ സംഭവം നമ്മൾ എടുക്കേണ്ടത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളതില് കേവലം ഏതെങ്കിലും ഒരു മതസംഘടനയാണ് പൊതുവെ പറഞ്ഞാൽ എല്ലാ മതങ്ങളും ഏതാണ്ട് അത്തരത്തിൽ തന്നെ എന്ന് പറയേണ്ടതായി വരുന്നില്ലേ? പലപ്പോഴും സ്ത്രീകൾക്ക് കൂടുതൽ അതിർവരമ്പുകൾ നിശ്ചയിക്കുന്നതാണ് എല്ലാ മതങ്ങളും എന്ന നിലയിലേക്ക് നമുക്ക് പരിശോധിക്കേണ്ടതായി വരില്ലേ? അങ്ങനെ വരുന്നില്ലല്ലോ അഭിലാഷേ. ബാക്കിയുള്ള ഏത് മതവിഭാഗത്തിന്റെയും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇടപെടാൻ ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നല്ല താല്പര്യമാണല്ലോ. അവരെല്ലാവരും ഇടപെടാറുണ്ടല്ലോ. അവരെ കാര്യങ്ങൾ തെറ്റാന്ന് പറയാറുണ്ടല്ലോ. ശബരിമലയിൽ സംഭവത്തിനടുത്ത് അതിനടക്കമുള്ള സംഭവങ്ങളിൽ സർക്കാരിന് വ്യക്തമായ നയങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഇതിനെന്താ സർക്കാരിന് നയമില്ലാത്തത്? സർക്കാർ നിലപാടുകളൊന്നും വ്യക്തമാക്കുന്നില്ലല്ലോ. ഈ സർക്കാർ നിലപാടുകൾ വ്യക്തമാക്കാതിരിക്കാൻ കാരണം സർക്കാർ ഞാൻ ധരിക്കുന്നത് ഇത്തരം നിലപാടുകളുടെ പിന്നാലെയാണ്. മുന്നോട്ട് പോകണം. അവിടെ 3 പേരെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അറസ്റ്റ് നടന്നിട്ടുണ്ട്. ഈ ആൺസുഹൃത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഈ പെൺകുട്ടിയുടെ ഉമ്മയുടെ പരാതിയടക്കം പരിശോധിക്കും എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് ഇടതുപക്ഷത്തിന്റെ CPIMന്റെ നേതാക്കൾ എല്ലാവരും, പ്രത്യേകിച്ച് ആ പ്രദേശത്തെ നേതാക്കൾ അതിശക്തമായ ഭാഷയിൽ ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം പ്രതികരണങ്ങൾ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കേട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് ആ നിലയിൽ ഈ ചർച്ചയിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതിനിധിയില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ അങ്ങനെ ഒരു പ്രതിനിധി ഉണ്ടായിരുന്നു. ആ പ്രതിനിധി എല്ലാ ആക്ഷേപങ്ങളെയും ഇത്തരം സമീപനങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് സംസാരിക്കുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ SDPIയുടെ നേതാവ് ശ്രീ VM ഫൈസൽ കൂടി ചേരുകയാണ്. ശ്രീ ഫൈസൽ, ഞാൻ താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് താങ്കൾ കൂടി കേൾക്കുന്നതിന്, അതായത് ഇന്നലെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ SDPIയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ ജബ്ബാർ ആയിരുന്നു പങ്കെടുത്തത്. അദ്ദേഹം ഇന്നലെ ചാനലിൽ News 18 നൽകിയ പ്രതികരണങ്ങൾ, ചോദ്യങ്ങളുടെ മറുപടി എന്ന നിലയിൽ നൽകിയ ആ പ്രതികരണം ഒന്ന് താങ്കളെ ഒന്ന് കേൾപ്പിക്കാം. ദയവായി താങ്കൾ കൂടി ഒന്ന് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. 3 കുട്ടികളുടെ മാതാവായ ഒരു സ്ത്രീ, ഭർത്തൃമതിയായ ഒരു സ്ത്രീ, രക്ഷിതാക്കളുടെ ഏക പെൺമകളാണ് ആ സ്ത്രീ. അവരുടെ മരണത്തിൽ ഞങ്ങൾ ആ കുടുംബത്തിൻ്റെ ദുഃഖത്തോടൊപ്പം പങ്കുചേരുകയാണ്. അതോടൊപ്പം തന്നെ ഇത് എന്തർത്ഥത്തിലാണ് SDPIയുടെ തലയിൽ കെട്ടിവെക്കുന്നത്? ആരാണ് ഇതിൽ പരാതിക്കാർ? SDPI വിചാരണ നടത്തി എന്ന് പറയുന്നത് ആരാണ്? പോലീസുകാർ പറഞ്ഞു SDPI വിചാരണ നടത്തിയെന്ന്. 3 ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഈ 3 ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഈ 3 ആളുകളും ഈ പെൺകുട്ടിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ്. പെൺകുട്ടിയുടെ മാതാവ് ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയിട്ട് എന്താണ് പറഞ്ഞത്? അവരെന്റെ മക്കളാണ്, അവർ നിരപരാധികളാണ്. ശരി, ഇത് ഇന്നലെ നടന്നൊരു ചർച്ചയുടെ ഭാഗമാണ്. ഇതിൽ തുടക്കം മുതൽ ഒടുക്കം വരെ SDPIക്ക് ഒരു പങ്കുമില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് ഞാനിത് താങ്കളെ കേൾപ്പിക്കാൻ കാരണം, ഇന്ന് SDPIയുടെ ഒരു പ്രതിഷേധ പ്രകടനം ഉണ്ടായിരുന്നു. SDPIയെ കള്ളക്കേസിൽ കൊടുക്കുന്നുവെന്ന്. ആ ഉമ്മയുടെ 3 മക്കളാണ് അവർ 3 പേരെയെങ്കിൽ എന്തിനാണ് SDPI ഇങ്ങനെ ഒരു പ്രതിഷേധ റാലി നടത്തുന്നത്? എന്താണ് SDPIക്ക് ബന്ധമുള്ളത്? SDPIക്ക് നിശബ്ദത പാലിച്ചാൽ പോരെ? അപ്പോൾ നിങ്ങൾ പറയുന്നത് കള്ളമാണ് എന്ന് ഇന്നലെ നടത്തിയ ഈ പ്രതികരണത്തിലൂടെ, അതിനുശേഷം നടക്കുന്ന പ്രതിഷേധത്തിലൂടെ വ്യക്തമാവുകയല്ലേ ശ്രീ ഫൈസൽ? അഭിലാഷേ, ഞങ്ങള് പ്രതിഷേധ പ്രകടനം നടത്തിയത് എങ്ങോട്ടാ? ആ ഉമ്മയുടെ വീട്ടിലേക്കല്ല, മരിച്ച സഹോദരി വീട്ടിലേക്കല്ല. ഞങ്ങൾ പ്രതിഷേധം നടത്തിയത് പോലീസിനെതിരെയാണ്. ആ പോലീസുണ്ടാക്കിയ FIRൽ എവിടെയെങ്കിലും SDPIയുടെ പരാമർശമുണ്ടോ? SDPIയുടെ ഭാരവാഹികളെ കുറിച്ച് പറയുന്നുണ്ടോ? അവിടെ ഈ പറയപ്പെടുന്ന എന്താണ്, ഈ വിചാരണ കൊല നടന്നു,
എന്ന തരത്തിൽ അതിൽ SDP പ്രതി ചേർക്കാൻ പോലീസ് പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അവിടെ പോലീസിന്റെ ഒരു ഭാഷ്യമാണ് അവിടെ വിചാരണ കൊല നടന്നു എന്നത്. അത് പോലീസ് ഉണ്ടാക്കിയ കെട്ടുകഥയാണ്. അതുകൊണ്ട് ഞങ്ങൾ പോലീസിനെതിരെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ പോലീസ് പറയുന്നില്ല, പോലീസിന്റെ പട്ടികയിൽ SDPI ഇല്ല. പോലീസ് ഉണ്ടാക്കിയ കള്ളക്കഥയ്ക്കെതിരെ പോലീസ് ഉണ്ടാക്കിയ കള്ളക്കഥയ്ക്കെതിരെ പോലീസ് കള്ളക്കഥ ഉണ്ടാക്കിയത് കൊണ്ടാണല്ലോ ഇപ്പൊ ന്യൂസ് 18 ചാനലിൽ ഉൾപ്പെടുന്നത് വരാൻ കാരണം. എന്താണ് കള്ളക്കഥ? പോലീസ് അഭിലാഷ സംഭവത്തെ കുറിച്ച് ധാരണയുണ്ടോ? 13ഓളം പേര് വരുന്ന ആ കുട്ടിയുടെ പിതാവും ആത്മഹത്യ ചെയ്യുന്നു. അത് SDPI ചെയ്താലും RSS ചെയ്താലും BJP ചെയ്താലും കോൺഗ്രസ് ചെയ്താലും CPIM ചെയ്താലും ന്യൂസ് 18 അത് ചർച്ച ചെയ്യും. അല്ല, അത് പറയരുത് അഭിലാഷ്, അത് പറയരുത്. ന്യൂസ് 18 അങ്ങനെയാണെങ്കിൽ തൊപ്പിയിട്ടതിന്റെ പേരിൽ കൊലപാതകം നടന്നിട്ടുണ്ട് ഇന്ത്യ രാജ്യത്ത്. മട്ടൻ ആട്ടിറച്ചി പിന്നെ ഫ്രിഡ്ജിൽ വെച്ചതിന്റെ പേരിൽ കൊലപാതകം നടന്നിട്ടുണ്ട്. ന്യൂസ് 18 എന്ന ചാനൽ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം അമിത്ഷായുടെ പാർട്ടിക്കാരൻ കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്തിട്ടുണ്ട് ശ്രീ ഫൈസൽ. ഹലാലിന്റെ പേരിൽ കേരളത്തിൽ വ്യാപകമായി RSSും സംഘപരിവാറും നടത്തിയ പ്രശ്നത്തിൽ എവിടെയാണ് ന്യൂസ് 18 ചർച്ച നടത്തിയിട്ടുള്ളത്? ഹലാൽ ഉൾപ്പെടെയുള്ള വാർത്തകളും ചർച്ചകളും ന്യൂസ് 18 വളരെ കൃത്യമായി നടന്നിട്ടുണ്ട്. ജില്ലയിലെ കരുമാലൂരിൽ നടന്നു, ആലുവയിൽ നടന്നു. കേരളത്തിൽ വ്യാപകമായി ഹലാലിനെതിരെ ക്യാമ്പയിൻ നടത്തു. തുപ്പൽ ജിഹാദ് പറഞ്ഞു, ലാൻഡ് ജിഹാദ് പറഞ്ഞു. വിഷയങ്ങളൊക്കെ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട് ശ്രീ ഫൈസൽ. ആ വിഷയങ്ങളൊക്കെ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18 മാത്രമല്ല, മുഴുവൻ മാധ്യമങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. ആര് നടത്തിയാലും ന്യൂസ് 18 അത് പബ്ലിക് ഡൊമൈനിൽ കൊണ്ടുവരും എന്ന വാദം, ആര് നടത്തിയാലും ന്യൂസ് 18 പബ്ലിക് ഡൊമൈനിൽ കൊണ്ടുവരും എന്ന വാദം തെറ്റാണ്. ന്യൂസ് 18 ഞാൻ ഈ ഫ്ലോറിൽ തന്നെ പലവട്ടം താങ്കൾക്കത് പറയാം. പക്ഷേ ഞങ്ങൾക്കുറപ്പുണ്ട്, ഞങ്ങൾ ഇതിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ലേബൽ നോക്കിയല്ല ഈ വിഷയം ചർച്ച ചെയ്യാറുള്ളത് എന്നത്. ആ പെൺകുട്ടിയുടെ ആങ്ങളെയും ആ പെൺകുട്ടിയുടെ ബന്ധുക്കൾ ഉൾപ്പെടുന്ന 13 പേർ ഉൾപ്പെടുന്ന ഒരു സംഘം, ആ സംഘത്തെ ഞാൻ ചോദിക്കട്ടെ, SDP പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. ആ യോഗം സംഘടിപ്പിച്ചതാരാ? ആ പരസ്പരം സംസാരിച്ച് തീർക്കാൻ വേണ്ടി ആ പെൺകുട്ടിയുടെ കൊച്ചാപ്പി ശരി. അല്ല, അതിനു മുമ്പ് എനിക്ക് താങ്കളിൽ നിന്നൊരു വ്യക്തത വരേണ്ടത്, എന്ത് കള്ളക്കഥയുടെ പേരിലാണ് SDP പ്രകടനം നടത്തിയത് അത് പറയൂ. അത് പറഞ്ഞ ശേഷം താങ്കൾ മറ്റു വിഷയങ്ങളിലേക്ക് പോയിക്കോളൂ. താങ്കൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറയുന്നു SDPIക്ക് ഒരു പങ്കുമില്ല, SDPIക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ, SDPI എന്ന പേര് പോലീസ് പറയുന്നുണ്ടോ, പിന്നെ എന്തിനാണ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് എന്ന് മാത്രം പറയൂ. ഇവരാരെയും അറസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ലീഗിന്റെ ആളുകൾ പങ്കെടുത്ത, അതുപോലെ തന്നെ CPM കുടുംബക്കാരിയാണ്. ആ പെൺകുട്ടിയുടെ മാതാവ് CPM കുടുംബമാണ്, ആ പെൺകുട്ടിയുടെ പിതാവ് CPM കുടുംബമാണ്. ഈ മാതാവും പിതാവും ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ പിതാവ് ആ യോഗത്തിൽ പങ്കെടുത്തവരാണ്. ആ പിതാവിനെ അറസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ പറയുന്നത് അവരൊന്നും അറസ്റ്റ് ചെയ്യപ്പെടേണ്ടവരല്ല. നമ്മുടെ മുമ്പിലേക്ക് ന്യൂസ് 18 കൃത്യമായി സംസാരിച്ചിരുന്നു. ഒരു കൂട്ടം ആളുകൾ അവിടേക്ക് വിളിച്ചു, തനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ അവിടേക്ക് ചെന്നു എന്ന് തന്നെ ന്യൂസ് 18 കൃത്യമായി പറയുന്നുണ്ട്. അല്ലാതെ അദ്ദേഹം വിളിച്ചു എന്നോ അത് പ്രകാരം പോയി എന്നൊന്നുമല്ല. അഭിലാഷ്, നിങ്ങൾ തിരിച്ചു ചോദിച്ചോ, വിചാരണ തടവിലൂടെയാണോ? അല്ല, വേണമെന്നില്ല. ശരി, അല്ലല്ല, താങ്കൾ കേട്ടുകൊള്ളൂ. ഇന്നലെ SDPIയെ കുറിച്ച് ആ ഉപ്പ പറഞ്ഞത് താങ്കൾ കേട്ടുകൊള്ളൂ. ഇപ്പോൾ തന്നെ ഞങ്ങളത് കേൾപ്പിക്കാം. ഇന്നലത്തെ SDPIയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഉപ്പയുടെ പ്രതികരണം കേൾപ്പിക്കാം. അതെ, അവരുടെ ആൾക്കാർ വന്നു. അപ്പോൾ അവരുടെ ആൾക്കാർ വന്നപ്പോൾ അവൻ്റെ ബ്രദർ, വേറെ ആരോ ഒരു സുഹൃത്ത്, അവിടുത്തെ ഒരു വാർഡ് മെമ്പർ, ഇവരൊക്കെയാണ് വന്നതെന്നാണ് പറഞ്ഞത്. എനിക്കാരെയും അറിയത്തില്ല. അപ്പോൾ പള്ളിൻ്റെ അടുത്ത് വാന്ന് പറഞ്ഞു. ഞാൻ പള്ളിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവർ കൈകാട്ടി വിളിച്ചു, ഇങ്ങ് വാന്ന് പറഞ്ഞു. അപ്പോൾ SDPI ഓഫീസ്. അപ്പോൾ എനിക്ക് അത്ര ഒരു സുഖകരമായിട്ട് തോന്നില്ല. അവിടെ കുറേ പിള്ളേരുണ്ടായിരുന്നു. ഇങ്ങനെയാണ് അവർ പ്രശ്നങ്ങൾ തീർക്കേണ്ടത്. അതിലുള്ളൊരു മനസ്സിലാവും. അതുകൊണ്ടായിരിക്കും എൻ്റെ മാനസിക വിഷമത്തിലായിരിക്കും അവൾ പോയത്. കേട്ടോ എങ്ങനെയാണ് അവൾ പോയത് എന്നാണ് ആ ഉപ്പ പറയുന്നത് എന്ന്. പള്ളിയുടെ അടുത്തേക്ക് വാ എന്ന് പറഞ്ഞ് വിളിച്ചു. അവിടെ ചെന്നപ്പോൾ പാർട്ടി SDPIയുടെ ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു. എനിക്കത് അത്ര താല്പര്യമുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അഭിലാഷ, SDP ഓഫീസിൽ ഞങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലക്ക് പൊതുസമൂഹം നമ്മളെ ഏൽപ്പിക്കുന്ന, നമ്മളിലേക്ക് വരുന്ന പൊതുവിഷയങ്ങൾ പാർട്ടി ഇടപെടുന്നുണ്ട്. ഇന്നലെ ഇടപെടുന്നു, നാളെയും ഇടപെടും.
ഒരു ആ ഓഫീസിൽ ഇടപെടലിൽ പക്ഷേ ശ്രീ വളരെ ഫൈസൽ താങ്കൾ മാന്യമായി ഇപ്പോഴെങ്കിലും അത് തീർക്കേണ്ട തിരുത്തുന്നത് ഒരു നല്ലതായിരിക്കും. ചർച്ച നടത്തുമ്പോൾ കേരളത്തിൽ ആ നിയമപരമായി ചർച്ചയിൽ നടക്കേണ്ട ഒന്നും ഒരു പാർട്ടി ഓഫീസിലും അല്ല എന്താണ് ഞാൻ തീരുമാനമെടുക്കേണ്ടത്. തിരുത്തുന്നത്? പണ്ടൊക്കെ അത്തരത്തിൽ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ ഇപ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉപേക്ഷിച്ചു. നിയമപരമായി അങ്ങനെയൊന്നും പരാതി പാർട്ടി പോയിട്ടില്ല. ഓഫീസിൽ തീരുമാനമെടുത്ത് നിയമപരമായി പാർട്ടി കോടതികൾ അല്ലല്ല. ആര് കേരളത്തിൽ പറയുന്നു? പ്രവർത്തിക്കേണ്ടത് ആര് പറയുന്നു? അഭിലാഷേ, സാഹചര്യമില്ല. അത് ഒന്നാമത്തെ പിഴവാണ് ശ്രീ ഫൈസൽ. പാർട്ടി കോടതികളിലെ പൊതുമണ്ഡലത്തിൽ ഞങ്ങൾ പബ്ലിക് ഡൊമൈനിൽ അതാണ് പറഞ്ഞത്. പ്രവർത്തിക്കുന്ന ആളുകളാണ്. പൊതുമണ്ഡലത്തിൽ ഞങ്ങളുടെ പ്രവർത്തിക്കുന്ന ഇല്ലില്ലില്ല, അത് ഒരു തിരുത്തേണ്ട സംഘടനയ്ക്കും ആവശ്യമില്ല. നിയമപരമായി ഞാൻ ഏതെങ്കിലും പറയും പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു പൊതുപ്രവർത്തകരുടെ റൂളുമില്ല. ഇന്ത്യൻ ഭരണഘടന അങ്ങനെ പൊതുപ്രവർത്തകരുടെ ഒരു ഡ്യൂട്ടി സംഘടനയ്ക്കും എന്ന് അധികാരം പറയുന്നത് നൽകിയിട്ടില്ല. പ്രാദേശികമായ പ്രശ്ന പരിഹാരങ്ങൾ കൊണ്ട് നമ്മളെ സമീപിക്കും. ആര് പ്രശ്ന പരിഹാരമാണ് ശ്രീ ഫൈസൽ ഒരു സ്ത്രീയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. അതുകൊണ്ടാണ് ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഇതൊക്കെ തീരുമാനിക്കണത് പ്രാദേശികമായ പ്രശ്നങ്ങൾ പൊതുരംഗത്തേക്ക് വരും. അത് പരിഹരിക്കാൻ, അത് ചർച്ചയ്ക്ക് വെക്കാൻ, അത് ചർച്ച വെക്കുന്നത് നിങ്ങൾ ആരെ ഏർപ്പാടാക്കി? ആ നിങ്ങളെ പ്രശ്നം ഉത്തരവാദിത്വം പരിഹരിക്കാൻ ആരാ ഈ സമവായത്തോടുകൂടി രാജ്യത്ത് ഏർപ്പാടാക്കിയത്? പരസ്പര ധാരണയോടുകൂടി SDPI മുമ്പോട്ട് ക്കാരാ? പോകാൻ ഞങ്ങൾക്ക് ആരാ? യാതൊരു നിങ്ങൾ ആരാ? മടിയുമില്ല. ആ നിയമം ഉത്തരവാദിത്വം നിയമം ഞങ്ങൾ നടപ്പാക്കാൻ ഏറ്റെടുക്കും. നിങ്ങൾ ആരാ? ആ ഉത്തരവാദിത്വം SDPI ക്കാരാ? തുടരുകയും ചെയ്യും. നിങ്ങൾ ഏറ്റെടുത്ത ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുവെങ്കിൽ ഈ മരണത്തിന്റെ ഇവിടെ ആരാ ഉത്തരവാദിത്വം നിയമം നിങ്ങൾ നടപ്പിലാക്കിയത്? ഏറ്റെടുക്കണം. അത്രയേ ഉള്ളൂ. അത് തന്നെയാണ് ശ്രീ ഫൈസൽ ഇവിടുത്തെ വിഷയം. നിങ്ങൾ പറയുന്നു നിയമം നിങ്ങൾ ആ നടപ്പിലാക്കുന്ന ഉത്തരവാദിത്വം RSS ആണ്. ഏറ്റെടുത്തുവെന്ന്. രാജ്യവ്യാപകമായി നിങ്ങൾ അത് ഗാന്ധിയെ കൊന്ന സമ്മതിക്കുന്നു. ആ RSS, സ്ത്രീയുടെ ഗാന്ധിയെ മരണത്തിന്റെ കൊന്ന ഉത്തരവാദിത്വം RSS, നിങ്ങൾക്കാണ് ബാബരി ഏത്? മസ്ജിദ് പൊളിച്ച RSS, ബീഫിന്റെ പേരിൽ ആളെ കൊന്ന RSS, മുസ്ലിം സമുദായത്തിന്റെ ബീഫും പൗരത്വം ബാബരി എടുത്തു കളഞ്ഞ മസ്ജിദും RSS, ഇവിടെ ആരെയും താടിയുടെ പേരിൽ ഭയപ്പെടുത്താൻ സത്യയുടെ നിങ്ങൾ പേരിൽ ആരാ നിയമം കയ്യിലെടുക്കാൻ കലാപം ഏൽപ്പിച്ചത്? RSS. കോടതി ഇവരാണ് ആരാണ് നിയമം അഭിമാനത്തിന് ക്ഷതമേറ്റ ഈ ആളുകളെ നിങ്ങൾ നോക്കി നിങ്ങൾ ഈ പറയുന്ന വിഷയങ്ങളിലെല്ലാം ചുരുങ്ങിയ പക്ഷം മറ്റു മതസ്ഥർ തമ്മിലുള്ള സ്പർദ്ധയെന്നെങ്കിലും കരുതാം. ഇതോ ആളുകളെ വെടിവെച്ച് കൊല്ലുകയും തല്ലിക്കൊല്ലുകയും ചെയ്യുന്ന സ്വയം കോടതി കൂടി നിങ്ങൾ സ്വയം നിയമം നടപ്പാക്കി നിങ്ങളുടെ നിയമം നടപ്പാക്കി ഈ നാട്ടിലെ ചെറുപ്പക്കാരെ നിങ്ങൾ അരിങ്കൊല മുമ്പിലേക്ക് പ്രവർത്തകർ ജനങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ പാർട്ടി ഓഫീസ് തുറന്നു വെച്ചിരിക്കുന്നത് പാർട്ടി പ്രവർത്തനത്തിന് മാത്രമല്ല, പൊതുജനങ്ങൾക്ക് അവരെ പ്രതിസന്ധി പരിഹരിക്കാൻ ഏത് സമയത്തും ഞങ്ങളുടെ ഓഫീസിലേക്ക് വരാം. ഞങ്ങളുടെ ഓഫീസിൽ സംഘപരിവാറിന്റെ പ്രവർത്തകർ വന്നിട്ടുണ്ട്. അനുഭവം അവർക്ക് സംഘപരിവാറിൽ നീതി കിട്ടുന്നില്ല. നീതി ആവശ്യപ്പെട്ട് ഞങ്ങളുടെ അടുത്ത് വരുന്നു. ഞങ്ങൾ പരസ്പര ധാരണയോടുകൂടി ചർച്ച ചെയ്ത് മാന്യമായ സെറ്റിൽമെന്റ് ഉണ്ടാക്കും, മാന്യമായ നീതി നടക്കുന്നു. എന്താ പ്രശ്നം? പരസ്പര ധാരണയിൽ അവരുമായി സംവദിക്കാനും അവർക്ക് വേണ്ടി നീതിക്ക് വേണ്ടി സംസാരിക്കാൻ ഞങ്ങൾക്ക് കഴിയും. അത് പൊതുപ്രവർത്തന ബാധ്യതയാണ് അഭിലാഷ്. അതല്ലാതെ രാജ്യത്തെ സുപ്രീം കോടതിയെ പരിഗണിക്കാതെ, ഹൈക്കോടതികളെ പരിഗണിക്കാതെ, രാജ്യത്തെ നിയമം പരിഗണിക്കാതെ പൂർണ്ണമായും കലാപവും ആൾക്കൂട്ടാക്രമണവും തല്ലിക്കൊലയും മസ്ജിദുകളുടെയും ദർഗകളുടെയും ചർച്ചുകളുടെയും നിരവധി ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെയും ക്രിസ്ത്യൻ ഒരുപാട് ദൂരം പോകുന്നു. താങ്കൾക്ക് ഒന്നോ രണ്ടോ കമന്റ് ഒക്കെ ചെയ്യാം. അതിനപ്പുറത്ത് ഇനിയും ആ വിഷയമല്ലല്ലോ നമ്മുടെ വിഷയം, അതല്ലല്ലോ ഫൈസൽ. ശ്രീ ഫൈസൽ, താങ്കളുടെ വിഷയത്തിലേക്ക് വരൂ. ഞാൻ ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിന് പോലും താങ്കൾ ഉത്തരം പറയുന്നില്ല. SDPIക്ക് പങ്കില്ല, SDPIയുടെ പേര് FIR-ലില്ല, SDPI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ SDPI വലിയ പ്രതിഷേധം നടത്തുന്നു. എന്തിനായിരുന്നു പ്രതിഷേധം എന്നുള്ളതാണ് ചോദ്യം. അഭിലാഷ്, ആ പ്രതിഷേധം പോലീസിനെതിരെയായിരുന്നു. പോലീസ് അന്യായമായി ഞങ്ങളുടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. ഞങ്ങളുടെ പ്രവർത്തകരെ റിമാൻഡ് ചെയ്തു. പോലീസ് കള്ളക്കഥയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ചോദിച്ചത്. അപ്പോൾ SDPIക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരുക്കം സാധിക്കുന്നില്ല. അങ്ങനെ ഞാൻ ചോദിക്കുന്നത്, അവിടെ ലീഗിന്റെ പ്രവർത്തകരുണ്ട്. ലീഗിന്റെ പ്രവർത്തകരുണ്ട്. അഭിലാഷ് പിതാവിന്റെ വേഷം കാണിച്ചല്ലോ. അഭിലാഷ് മാതാവിന്റെ വേഷം കാണിക്കി. മാതാവിന്റെ പരാതി ആ പിള്ളേർ കുടുംബക്കാരാണ്. പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് ഫൈസൽ. ഉമ്മയുടെ പരാതി എന്താണ്? ഉമ്മയുടെ പരാതിയിൽ പറയുന്നത് റഹീസ് എന്ന വ്യക്തി, ഉമ്മയുടെ പരാതി ആ പറയുന്ന യുവാവ്, ആ യുവാവിനെതിരെയാണ് പരാതി. ശരി, അതെ, അതിനാണ് നിയമ സംവിധാനം. ഞാൻ അംഗീകരിച്ചു. റഹീസിനെ പിടിച്ചു നിർത്താൻ, അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കാൻ, തട്ടിക്കൊണ്ടുപോകാൻ എന്ത് അധികാരമാണ് ഈ SDPIയുടെ പ്രവർത്തകർക്കുള്ളത്? മൊബൈൽ ഫോൺ തട്ടിക്കൊണ്ട് പോയിട്ടില്ല. മൊബൈൽ ഫോൺ പിടിച്ചെടുക്കലും ഉണ്ടായിട്ടില്ല.
അത് പോലീസ് അവിടെ ആ പെൺകുട്ടിയുമായി പോലീസ് ബന്ധപ്പെട്ട് FIR-ൽ ആ ഇട്ട പെൺകുട്ടിയുമായി വകുപ്പുകളെ ബന്ധപ്പെട്ടുള്ള കുറിച്ചാണ് നിരവധി പറയുന്നത്. ചിത്രങ്ങളും സംഗതികളും ആ മൊബൈലിലുണ്ട്, ആ. ആ ടാബിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അത് നിങ്ങൾ തർക്കങ്ങൾ ആരെ നടന്നു. പരിശോധിക്കാൻ? ഇതൊരു അതാണ് വസ്തുതയാണ്. താങ്കളോട് ഞാൻ ചോദിക്കുന്നത്. താങ്കൾ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ പറഞ്ഞല്ലോ വിചാരണ ഉമ്മയുടെ കോടതി വേഷം നടത്തിയ കൂടി ആളുകൾ കേൾപ്പിക്കൂ എന്ന് അത് താങ്കൾ പറയുന്നത് ന്യായീകരിക്കാൻ താങ്കൾ തിരിച്ചറിയും. RSSന്റെ അതായത് ആളുകൾ ഫ്ലോറിൽ ഉമ്മ ഇരിക്കുന്നതിലാണ് പറയുന്നു ഏറ്റവും എന്റെ രസം. മക്കളാണ് അല്ല, അറസ്റ്റിലായിട്ടുള്ളത് തമാശ എന്ന്. ഏതാ? പ്രിയപ്പെട്ട സുഹൃത്തെ, ഇന്ത്യ താങ്കൾ രാജ്യത്ത് തിരിച്ചറിയൂ. വിചാരണ അതായത് കൊലപാതകം ഒരു നടത്തിക്കൊണ്ടിരിക്കുന്ന മകളെ അച്ഛൻ RSS ന്റെ ബലാത്സംഗം ആളുകളും ചെയ്താൽ BJP യുടെ അമ്മ പറയുന്നു ആളുകളും അതെന്റെ ഇത്തരം ഭർത്താവാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ കേരളത്തിന്റെ പോലീസ് മാന്യമായ വിടാതിരിക്കണോ? ഫോറമിൽ നിങ്ങൾ ആ നിന്നുകൊണ്ട് അച്ഛനെ ഇവിടെ മകളെ ബലാത്സംഗം ചെയ്യുന്നത് അച്ഛനാണ് എന്ന ബന്ധം കൊണ്ട് അതിനെ എതിർക്കുമോ? എനിക്കത് മനസ്സിലാകുന്നില്ല. ഉമ്മ പറയുകയാണ് ഇവരെന്റെ മക്കളാണ് എന്ന് പറയുന്നു. മക്കളാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. മക്കളാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യപ്പെടണം. അതിലെന്താണ് മാറ്റം? മക്കളാണ് ആ കൊലയ്ക്ക് പിന്നിലെങ്കിൽ അറസ്റ്റ് ചെയ്യണം. അതിനെന്തിനാണ് SDPI പിന്തുണയ്ക്കുന്നത്? അതാണ് മനസ്സിലാകാത്തത്. അവർ പ്രതിയല്ല. അവരെങ്ങനെ പ്രതികളല്ലാതാകും? ആ പെൺകുട്ടിയുടെ ആത്മഹത്യക്കുറിപ്പിൽ പേരെഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ പ്രതികളല്ലാതാകും? മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലക്ക് മാതാവ് പറഞ്ഞ വേർഷനെ എന്തുകൊണ്ട് നിങ്ങൾ പരിഗണിക്കുന്നില്ല? മാതാവ് പറഞ്ഞ വേഷം ദയവായി താങ്കൾ ശ്രദ്ധിക്കൂ. ദയവായി എന്റെ മറുപടി താങ്കൾ ശ്രദ്ധിക്കൂ. റസീനയുടെ ഉമ്മയ്ക്ക് പറയാനുള്ളത് പരാതിയാണ് എങ്കിൽ അവർ തൻ്റെ മക്കളാണ്, അതായത് ഈ റസീന പറയുന്ന പേരുകളിലുള്ളവർ തൻ്റെ മക്കളാണ് എങ്കിൽ ആ മക്കൾ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഉമ്മയ്ക്കുണ്ട്. പക്ഷെ റസീനയുടെ കൊലപാതകത്തിന് പിന്നിൽ അച്ഛനാണോ മകനാണോ മക്കളാണോ എന്നൊന്നുമില്ല. ഈ കേരളത്തിൽ കേതൽ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം മാനസിക വിഭ്രാന്തിയുടെ പുറത്ത് അച്ഛനെയും അമ്മയെയും ഒക്കെ കൊന്നിട്ടുണ്ട്. അയാൾ ജയിലിലാണ്. അത് എൻ്റെ അച്ഛനല്ലേ, എനിക്ക് കൊല്ലാൻ പാടില്ലേ എന്ന് ചോദിച്ച് മാറി നിൽക്കുകയാണോ ചെയ്യേണ്ടത്? നമ്മുടെ നിയമ സംവിധാനങ്ങൾ അങ്ങനെയാണോ? നമ്മുടെ ബന്ധുക്കൾ കൊലപാതകികളായാൽ, നമ്മുടെ മകൾ കൊന്നാൽ, അല്ലെങ്കിൽ മകൻ കൊന്നാൽ ഇതൊന്നും കുറ്റമല്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല. താങ്കളുടെ യുക്തി എനിക്ക് ബോധ്യപ്പെടുന്നില്ല. അഭിലാഷ് തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. അഭിലാഷ് തെറ്റിദ്ധരിക്കപ്പെട്ടു. ഞാൻ ഒറ്റ ലൈൻ ഞാൻ പറയാം. അഭിലാഷ്, ഉമ്മ പറഞ്ഞിരിക്കുന്നത് അന്വേഷിക്കണം, എനിക്ക് പരാതിയുണ്ട് എന്ന് പറഞ്ഞത് ഈ ഈ പറയുന്ന മൂന്നാളുകളെ കുറിച്ചിട്ടല്ല. ഉമ്മ എനിക്ക് പരാതിയുണ്ട് എന്ന് പറയുന്നത് റയീസ് എന്ന് പറയപ്പെടുന്ന ആ പെൺകുട്ടിയുമായി ബന്ധമുള്ള ചെറുപ്പക്കാരനെ കുറിച്ചിട്ടാണ്. മനസ്സിലാവാതെ പോകുന്നത് അത് അന്വേഷിക്കുന്നില്ലേ ശ്രീ ഫൈസൽ? അത് അന്വേഷിക്കില്ല എന്നാണോ പോലീസ് പറഞ്ഞത്? നിങ്ങൾ പോലീസിന്റെ ബൈറ്റും കേട്ട് കാണുമല്ലോ വാർത്തകളിൽ. അഭിലാഷ് മുമ്പോട്ട് വെച്ച രണ്ട് പ്രധാനപ്പെട്ട കാര്യത്തിന് ഞാൻ 2 ലൈനിൽ ഉത്തരം പറയാം. ഒന്ന്, SDPക്കാരായ 3 പേർ പ്രതിയാണ് എന്ന് പോലീസ് ഭാഷ്യം. ഉമ്മ അതിനെ തള്ളി പറയുന്നു. ഉമ്മ പറയുന്നു SDPക്കാരെ പിള്ളേർ പ്രതികളല്ല, അവർ നമ്മുടെ കുടുംബക്കാരാണ്, പ്രതികളല്ല എന്ന് പറയുന്നു. രണ്ടാമത്തെ അല്ല, ഉമ്മ പറയുന്നതാണ് ശരിയെന്നാണ് താങ്കൾ പറയുന്നത്. അതാണ് എനിക്ക് ബോധ്യപ്പെടാത്തത്. അതായത് ഉമ്മ പറഞ്ഞിരിക്കുന്നു ഇവർ പ്രതികളല്ല, അപ്പോൾ പോലീസ് ശരി, ഉമ്മ പറഞ്ഞു പ്രതികളല്ല എന്നതുകൊണ്ട് പ്രതിയല്ല എന്ന് പോലീസ് തീരുമാനിക്കണമെന്നാണ് താങ്കൾ പറയുന്നത്. അതാണ് എന്റെ മറുചോദ്യം. അല്ല, ഞാൻ പറയില്ല. നമുക്ക് ഒരുപാട് അനുഭവമാണ് അങ്ങനെ പലതും കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഉമ്മ പറഞ്ഞുകൊണ്ട് പ്രതിയാവൂല എന്നല്ല, പിതാവിന്റെ വേർഷൻ അഭിലാഷ് ഉന്നയിച്ചുകൊണ്ട് SDPI പ്രതിയാണ് എന്ന പിതാവിന്റെ വേർഷൻ ഉന്നയിച്ചുകൊണ്ട് എനിക്ക് സ്വാഭാവികമായിട്ടും മാതാവിന്റെ വേർഷൻ പറഞ്ഞിട്ടില്ല. അല്ലല്ല, പിതാവിന്റെ വേഷം താങ്കൾ വളച്ചൊടിക്കരുത്. പിതാവിന്റെ വേഷം താങ്കൾ പറഞ്ഞത് SDPIയുടെ ഓഫീസിൽ പിതാവും ഉണ്ടായിരുന്നല്ലോ. അതായത് എന്തിനാണ് പിതാവ് വന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടിയാണ് ഞാൻ താങ്കളെ കേൾപ്പിച്ചത്. പിതാവ് എന്തിനാണ് വന്നത്? താങ്കൾ പറഞ്ഞൊരു വേഷം അനുസരിച്ച് പിതാവ് ആവശ്യപ്പെട്ടു, പാർട്ടിയോടെ എന്ന നിലയിൽ ആവശ്യപ്പെട്ടു എന്ന നിലയിൽ സംസാരിച്ചു. അപ്പോഴാണ് എനിക്കത് കേൾപ്പിക്കേണ്ടി വന്നത്. അല്ല, പിതാവ് SDPക്കാർ പ്രതിപട്ടികയിലുണ്ടെന്ന് പിതാവ് പറഞ്ഞിട്ടില്ല. SDPക്കാർ വിളിച്ച യോഗത്തിലേക്ക് എനിക്ക് താല്പര്യമില്ലാതെ ഞാൻ പോയി എന്നാണ് പിതാവ് പറഞ്ഞത്. അതാണ് ചോദ്യം. അതാണ് ശ്രീ ഫൈസൽ ചോദ്യം. എന്താണ് ഈ SDPI ഈ വിഷയത്തിന് പ്രശ്നപരിഹാരം എന്നുള്ളതാണ്. ഈ SDPIയുടെ പ്രവർത്തകർക്ക് ഇവരെ പിടിച്ചു നിർത്താൻ, ഇവരെ വഴിയിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അത് ചോദ്യം ചെയ്യാൻ, ഇങ്ങനെയൊരു യുവാവിനെ പിടിച്ചുകൊണ്ടു പോകാനൊക്കെ ആരധികാരം നൽകുന്നു എന്നുള്ളതാണ് ചോദ്യം. അഭിലാഷിന് ആരാണ് ഈ വിവരങ്ങൾ തന്നത്? FIRന്റെ പകർപ്പ് പരിശോധിച്ചാൽ മതി, വിവരം താങ്കൾക്കും അറിയാം. ആര് പറഞ്ഞു? പിടിച്ചു നിർത്തി. FIRലുള്ളത് ഇപ്പൊ SDPIയുടെ ഓഫീസിൽ ചർച്ച നടന്നു എന്നാണ്. നിങ്ങൾ ആ വിഷയത്തെ വലിച്ചു മറ്റൊരാങ്കിൽ റഹീസിന്റെ മൊഴിയിൽ വളരെ കൃത്യമായി പറയുന്നതാണ്. ഞാൻ താങ്കൾക്ക് FIRന്റെ പകർപ്പിന്റെ ഭാഗമാണ് ഞാൻ താങ്കളോട് കൃത്യമായി പറയുന്നത്. മൊബൈൽ ഫോൺ അടക്കം തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നത്, ഫോട്ടോ പരസ്യപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നത്,
ഒഴിഞ്ഞ പറമ്പിൽ വെച്ച് മർദ്ദിച്ചു എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ആ പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിലും പറയുന്നത്. അതിനെ ശരിവെക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് വന്നിട്ടുള്ളത്. അത് പോലീസും ആ വേഷം സ്ഥിരീകരിക്കുന്നുണ്ട്. 40 ലക്ഷത്തിലധികം രൂപയും തന്റെ ചിത്രങ്ങളും സ്വർണവും ഉൾപ്പെടെ ഒരാളുടെ കയ്യിലേക്ക് പോയിരിക്കുന്നു. ആ വിഷയത്തിൽ പരിഹാരം ഒരു നൊട്ടോറിയസ് ക്രിമിനൽ അങ്ങനെ ഒരു പരാതി റസീന നിങ്ങളുടെ പാർട്ടിയോട് പറഞ്ഞോ, SDPIയോട് പറഞ്ഞോ? അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു പരാതി SDPIയോട് പറഞ്ഞോ റസീന? എന്താണ്? SDPIയോട് തന്റെ ചിത്രവും 40 ലക്ഷം രൂപയും അടക്കം പോയി എന്ന പരാതി പറഞ്ഞോ? എന്റെ പോയിന്റ് അതാ. എന്റെ ചോദ്യം അത് SDPIയോട് റസീന പറഞ്ഞോ എന്നുള്ളതാണ്. എന്റെ വേർഷൻ അതാണ്. അഭിലാഷ് എനിക്ക് പറയാൻ അവസരം തരണം. അതെങ്ങനെയാണ് സാർ? നിങ്ങൾ വേർഷൻ ക്രിയേറ്റ് ചെയ്താൽ എങ്ങനെയാണ് നമുക്കത് അംഗീകരിച്ചു തരാൻ പറ്റുക? നിങ്ങൾ അംഗീകരിക്കേണ്ടതില്ല. നിലവിൽ എന്താണ് സംഭവിച്ചതെന്ന് പറയൂ. അവസരം തന്നാൽ മതി. SDPIയുടെ ഓഫീസ്, SDPIയുടെ പ്രവർത്തകരായ ബന്ധുക്കളാണ് അവിടെ വന്നിരുന്നത്. SDPIയുടെ മണ്ഡലം പ്രസിഡന്റോ SDPIയുടെ ജില്ലാ പ്രസിഡന്റോ SDPIയുടെ സംസ്ഥാന ഭാരവാഹികളോ അല്ല. SDPIയുടെ പ്രവർത്തകരായ ബന്ധുക്കൾ, ഞാൻ അടിവരയിട്ട് പറയുന്നു, ബന്ധുക്കൾ. ആ ബന്ധുക്കൾ മാത്രമല്ല, ആ SDPക്കാർ മാത്രമല്ല, അവിടെ CPM കുടുംബക്കാരുണ്ട്, അവിടെ മുസ്ലിം ലീഗിന്റെ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ഉണ്ട്, മുസ്തഫയുണ്ട്. ഇങ്ങനെ പൊതുവായ പബ്ലിക് ഡൊമൈനിൽ പള്ളി സെക്രട്ടറിയായ പെൺകുട്ടിയുടെ കൊച്ചാപ്പയുണ്ട്, പെൺകുട്ടിയുടെ വാപ്പയുണ്ട്, പെൺകുട്ടിയുടെ ആങ്ങളയുണ്ട്. ഇങ്ങനെ 13ഓളം പേര് വരുന്ന ഒരു സഭയിൽ ഒരു പ്രശ്നത്തെ ചർച്ച ചെയ്യുന്നു. ആ പ്രശ്നം ചർച്ച ചെയ്ത സമയത്താണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അവിടെ 3 SDPക്കാരെ മാത്രം അറസ്റ്റ് ചെയ്ത് SDPക്കാർ റോഡിൽ വെച്ച് പിടിച്ചു നിർത്തി, അവരുടെ സാധനങ്ങൾ തട്ടിപ്പറിച്ചു, അവർ വിചാരണ നടത്തി, കൊലപ്പെടുത്തി എന്നൊക്കെ പറയുന്ന വേർഷൻ എന്ന് പറയുന്നത് പോലീസിന്റെ വേർഷനാണ്. അത് ഏറ്റുപിടിക്കാൻ ചില മാധ്യമങ്ങളും. എങ്ങനെയാണ് താങ്കൾക്ക് ഇത് പറയാം? താങ്കൾ ഇപ്പോൾ തന്നെ പറഞ്ഞോ, അതായത് SDPIയുടെ പ്രവർത്തകരായ ബന്ധുക്കൾ എന്ന് താങ്കൾ പറഞ്ഞോ? അല്ല, താങ്കൾ SDPIയുടെ പ്രവർത്തകരായ ബന്ധുക്കൾ എന്ന് പറഞ്ഞോ ഈ ചർച്ചയിൽ? ഞാൻ പറഞ്ഞു. ആ ബന്ധുക്കൾ പിടിച്ചു നിർത്തിയെന്നും അവർ തന്നെയാണ് സ്കൂട്ടറിൽ കയറ്റിക്കൊണ്ടുപോയി എന്നും അവരാണ് മർദ്ദിച്ചത് എന്നും ആ സംഘത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്നുമാണ് ഈ റഹീസ് പറയുന്നത്. ഇവരെ കൊണ്ട് ജീവിക്കാൻ പറ്റാതെ ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു എന്നാണ് ആത്മഹത്യക്കുറിപ്പിലുമുള്ളത്. അവർ ബന്ധുക്കളാണ്, അവർ പരിചയമുള്ളവരാണ് എന്നതൊന്നും ഇതിൽ മാനദണ്ഡമല്ല ശ്രീ ഫൈസൽ. അങ്ങനെയാണെങ്കിൽ അഭിലാഷ്, അങ്ങനെയാണെങ്കിൽ ആത്മഹത്യാക്കുറിപ്പിൽ SDPIയുടെ പേരില്ല. ആത്മഹത്യാക്കുറിപ്പിൽ SDPIയുടെ പേരില്ല. ഈ പറയുന്ന ആളുകളുടെ പേരില്ല. ഈ പറയുന്ന ആളുകൾ SDPI പ്രവർത്തകരാണ് താങ്കളല്ലേ പറഞ്ഞത്? അഭിലാഷ്, വസ്തുത മനസ്സിലാക്കണം. ഞാൻ പറയുന്നത് പങ്കെടുത്തിട്ടുണ്ട്, കഥ മെനയുന്നത് പോലീസല്ലേ. ഈ പറഞ്ഞ ചർച്ച നടന്നത് SDPIയുടെ ഓഫീസിലല്ലേ? എന്തുകൊണ്ട് CPM എപ്പോഴാണ് ഈ ചർച്ച നടക്കുന്നത്? പള്ളി സെക്രട്ടറി പേരെഴുതിയില്ല? എപ്പോഴാണ് ഈ ചർച്ച നടക്കുന്നത്? അങ്ങനെയൊക്കെ എഴുതി വെച്ച് SDPIയുടെ സംസ്ഥാന ഭാരവാഹികൾ ആരെ എന്ന് നോക്കിയിട്ടല്ലല്ലോ ആ പെൺകുട്ടി തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അവിടുത്തെ SDPI പ്രവർത്തകരെ, അവരുടെ പ്രവർത്തികളെയും ചെയ്തികളെയും ഒന്നും നിങ്ങൾ മോണിറ്റർ ചെയ്യുന്നില്ല, അറിയുന്നില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. പോലീസിന്റെ വേർഷനിൽ പോലും, അല്ലെങ്കിൽ പോലീസിന് കൊടുത്തിരിക്കുന്ന രേഖകൾ എവിടെയും SDPI എന്ന് പരാമർശിക്കാതെ SDPI ഓഫീസിൽ നടന്നൊരു ചർച്ചയിൽ നിന്ന് SDPIക്കാരെ മാത്രം തെക്കിയെടുത്ത് അവർക്കെതിരെ മാത്രം FIR ഇട്ട് അത് FIRന്റെ SDPIയുടെ കുറ്റവിചാരണ സദസ്സാക്കി മാറ്റുന്ന ഈ മാധ്യമ പോലീസ് വേർഷനെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം. തർക്കമൊന്നുമില്ല വിഷയത്തിൽ. അതുകൊണ്ട് ഞാൻ അഭിലാഷ് ചോദിച്ച ആദ്യത്തിന്റെ മറുപടിയാണ് പറയുന്നത്. പോലീസിനെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം നടന്നത്, അല്ലാതെ ആ കുടുംബത്തിനെതിരെയല്ല. ആ കുടുംബത്തിനെതിരെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയേണ്ട ആവശ്യവുമല്ല. അതായത് പ്രതിപട്ടികയിൽ അല്ലെങ്കിൽ പ്രതികളായിട്ടുള്ളവർ SDPI അല്ല. SDPIയെ കുറിച്ച് പോലീസ് സംസാരിക്കുന്നില്ല. SDPIയുടെ നേതാക്കൾ അറസ്റ്റിലായിട്ടില്ല. പക്ഷേ SDPI ഇന്ന് പ്രതിഷേധം നടത്തുകയും ചെയ്തു. അതെന്തിനാ എന്നാണ് എന്റെ ചോദ്യമുണ്ടായിരുന്നത്. എന്തായാലും താങ്കളുടെ മറുപടികൾ വളരെ വിചിത്രമായാണ് എനിക്ക് തോന്നുന്നത്. അതിഥികൾ 2 പേർ കൂടി തുടരുന്നുണ്ട്. അവരോട് വളരെ പെട്ടെന്ന് അവരുടെ പ്രതികരണത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു ഇടവേള. ചർച്ച തുടരുമ്പോൾ ശ്രീ നന്ദകുമാർ, ശ്രീ ഫൈസലിന്റെ പ്രതികരണമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരാമർശങ്ങളോ ഒന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് കണക്ട് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല. ഒരു പക്ഷേ അത് എൻ്റെ ബോധ്യത്തിന്റെ പ്രശ്നം ആകാം. എന്താണ് താങ്കൾക്ക് മനസ്സിലാകുന്നത്? അല്ല, ഫൈസല് ഏതാണെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന്
ഈ കേസിന്റെ കുറ്റം അവര് സ്വാഭാവികമായിട്ട് അദ്ദേഹം ഏറ്റെടുത്തായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം ആകെ പറഞ്ഞത് അവർ ബന്ധുക്കളാണ്, പക്ഷെ ഞങ്ങളുടെ പ്രവർത്തകരാണ്. കുറെ ആളുകൾ ഒന്നിച്ചുകൂടി, അതിന് ഞങ്ങളും കൂടിയിരുന്നു. അതിനകത്ത് ലീഗുകാരുണ്ടായിരുന്നു, CPM-കാരുണ്ടായിരുന്നു. പക്ഷെ SDPI-ക്കാരില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം SDPI-യുടെ ഓഫീസിൽ വിളിച്ചു കൂട്ടിയിട്ട് നടത്തിയിരിക്കുന്ന കുറ്റവിചാരണ, ഈ പറയുന്ന വിചാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന സ്ത്രീ അവര് മാനസികമായിട്ടുള്ള വിഷമം കൊണ്ട് അവർ കൊല ചെയ്യപ്പെട്ടതെന്നുള്ള ഇദ്ദേഹം സമ്മതിക്കുകയാണ് വാസ്തവത്തില്. കാരണം ഏതാണെങ്കിലും ഫൈസല്, ഞാൻ മനസ്സിലാക്കുന്നത് ഫൈസല് സത്യസന്ധമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. കാരണം ഇതിനു മുമ്പുണ്ടായിരുന്ന പല വിഷയങ്ങളിലും അഭിമന്യുവിന്റെ കൊലപാതക സമയത്താണെങ്കിലും അതേപോലെ തന്നെ കൈവെട്ട് കേസിൽ, ജോസ് മോഷന്റെ കൈവെട്ട് കേസിലാണെങ്കിലും ആദ്യമൊന്നും ഇവർ പോപ്പുലർ ഫ്രണ്ട് സമ്മതിച്ചിരുന്നില്ല. പിന്നെ പിൽക്കാലത്താണ് അവർ സമ്മതിച്ചത്. ഇതിലിപ്പോ ഇന്ന് ചർച്ചയ്ക്ക് വന്നിട്ടില്ല. ആദ്യത്തെ ചർച്ചയിൽ തന്നെ ഫൈസല് ഈ കുറ്റം സമ്മതിക്കുകയാണ്. അല്ല, അവിടെ ശ്രീ നന്ദകുമാർ പറഞ്ഞത് പൂർണ്ണമായും കേട്ടില്ല. അവിടെ ലീഗിന്റെ പ്രവർത്തകരുണ്ടായിരുന്നു, CPM-കാരുണ്ടായിരുന്നു, അവരെയൊന്നും അവർക്കൊന്നും എതിരെ നടപടി വരുന്നില്ല എന്നാണ്. ഇന്നലെ ചർച്ച ചെയ്യുമ്പോൾ ഈ പാനലിൽ ഒരു അഭിഭാഷക കൂടി ഉണ്ടായിരുന്നു. അവർ പറഞ്ഞതും ഇതേ രീതിയിൽ തന്നെയാണ്. അവിടെ ഉണ്ടായിരുന്നവർ ആരൊക്കെയാണോ അവർക്കെതിരെ എല്ലാം നടപടിയാണ് വേണ്ടത് എന്നുകൂടി അവർ ചേർത്ത് വെച്ച ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് താങ്കളെ. അങ്ങനെയാണ് വേണ്ടത്. അല്ല, അതിലൊരു സംശയമില്ല. ഇപ്പൊ ലീഗിന്റെ പ്രവർത്തകരുണ്ടാവുന്നുള്ളതിനകത്ത് ഒരു വാർത്തയൊന്നുമില്ല അതിനകത്ത്. അതേപോലെ തന്നെ CPM-ന്റെ പ്രവർത്തകരുണ്ടാവും എന്നുള്ള കാര്യത്തിൽ വാർത്തയൊന്നും ഇക്കാര്യത്തിലില്ല. അത് ഫൈസൽ പറഞ്ഞു. ഫൈസൽ ആളുകളുടെ പേരുകൾ പറയട്ടെ, ആ ലീഗിന്റെ ബന്ധപ്പെട്ട ആളുകളുടെ പേരുകൾ പറയട്ടെ, CPM-ന്റെ ബന്ധപ്പെട്ട ആളുകളുടെ പേരുകൾ പറയട്ടെ, കോൺഗ്രസിന്റെ ആളുകളുണ്ട് അവരുടെ പേരുകൾ പറയട്ടെ. ആ പറയപ്പെടുന്ന ആളുകള് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരെല്ലാവരും ഒറ്റ കൂട്ടുകൃഷിക്കാർ തന്നെയാണ്. ഇവരെല്ലാവരും തന്നെ ചേർന്നിട്ടാണ് നേരത്തെ അഭിമന്യുവിന്റെ കൊലപാതകത്തിൽ ഇവർക്ക് പലർക്കും പങ്കുണ്ട്. അതേപോലെ തന്നെ ജോസഫ് മോഷന്റെ കൈവെട്ട് കേസിലും ഇവർക്ക് പലർക്കും പങ്കുണ്ട്. ഇവര് പലരും ഒന്നിച്ചു ചേർന്നിട്ടാണ് ഇത്തരം സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അതിൽ ഫൈസൽ ഇപ്രാവശ്യമെങ്കിലും ഒരു സത്യസന്ധമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വാഭാവികമായിട്ട് ലീഗിന്റെ കുറ്റവാളിയായിരിക്കുന്ന ആളുടെ പേര് അദ്ദേഹം വ്യക്തമാക്കണം. അതേപോലെ തന്നെ കോൺഗ്രസിന്റെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആളുകളുടെ പേരുകൾ വ്യക്തമാക്കണം. അവരെ അവർക്കെതിരായിട്ട് കൂടി താലിബാനിസം എന്നാണ് CPIM നേതാക്കൾ പറഞ്ഞത്. ആ താലിബാനിസത്തിൽ CPM-ന്റെ നേതാക്കൾ ഉണ്ടെങ്കിൽ ആ പേരുകൾ താങ്കൾക്ക് പറയാം. CPIM-ന്റെ പ്രവർത്തകരോ ഒക്കെ ഉണ്ടെങ്കിൽ. താലിബാനിസം CPM-ന്റെ വേർഷം മാത്രമല്ല RSS-ന്റെ വേർഷം കൂടിയാണ്. ഫ്ലോറില്ലാത്ത ഒരാളെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. RSS-ന്റെ വേർഷം കൂടി താലിബാനിസം എന്നാണ്. അത് RSS ഹയാത്തിലൂടെ പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് താലിബാനിസത്തിൽ ഇന്ത്യയുടെ തെരുവുകളിൽ ആളുകളെ CPM-ന്റെ ആൾ കൂടി പങ്കെടുത്ത ഒന്നിനെയാണ് അവർ താലിബാനിസം എന്ന് പറഞ്ഞത് എന്നതുകൊണ്ടാണ് CPM അങ്ങനെ വിശേഷിപ്പിച്ചു എന്ന് പറഞ്ഞത്. അല്ല, താലിബാനിസം എന്ന പ്രയോഗത്തിൽ ശരി, എന്റെ ചോദ്യത്തിൽ പിഴവുണ്ട്. ശരി, ഞാൻ സമ്മതിച്ചു. താങ്കൾ അത് വിട്ടേക്കൂ, ബാക്കി പറയൂ. അല്ല, ഇവിടെ എന്നെ സംബന്ധിച്ച്, SDP-നെ സംബന്ധിച്ച് SDP-ക്ക് എല്ലാ കൊലപാതകത്തിൽ ആ മരണത്തിൽ യാതൊരു പങ്കുമില്ല. നന്ദകുമാറിന്റെ ചോദ്യം ഡയറക്റ്റ് ആയിരുന്നല്ലോ. താങ്കൾ ഈ പറയുന്ന ലീഗിന്റെയും പ്രവർത്തകരുടെ പേര് എന്തുകൊണ്ട് പറയുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥ പ്രതി അല്ല അത് വേറെ സംഗതിയാണ്. അതവിടെ നിലവിൽ നടത്തിയിരിക്കുന്ന കൊലപാതകത്തിൽ അവിടെ പങ്കെടുത്ത ആളുകൾക്ക് പങ്കുണ്ട് എന്ന് പറയാതെ പറയുകയാണ് ചെയ്യുന്നത്. അവിടെ അതല്ല പ്രശ്നം. അവിടെ ആ കുട്ടിയുടെ കൊലപാതകത്തിൽ പങ്കാളിയായിരിക്കുന്നത് റയീസാണ്. അഭിലാഷ റയീസാണ് അവിടെ കുറ്റക്കാരൻ. അവിടെ ആ മീറ്റിംഗിലല്ലേ ഇവരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞത് എന്നുള്ളതാണ്. അതെ, ഞാൻ പറയുന്ന ആ മീറ്റിംഗിൽ താങ്കൾ ഒരുപാട് സംസാരിച്ചിരുന്നു. നന്ദകുമാർ സംസാരിക്കുന്നതിനിടയിൽ ഇടപെട്ടാണ് ഞാൻ ചോദിച്ചത്. ശരി, എന്തായാലും പേര് പറയുന്നില്ല. ശ്രീ നന്ദകുമാർ തുടരും. അല്ല, റഹീസിനെ അറസ്റ്റ് ചെയ്യില്ല എന്നൊന്നും ഇപ്പോൾ ഉറപ്പിക്കാറായിട്ടില്ല. റഹീസ് പണം കൊണ്ടുപോയതിന് തെളിവുണ്ടെങ്കിൽ, റഹീസിനെതിരെ കൃത്യമായ ആ ആത്മഹത്യാക്കുറിപ്പിൽ റഹീസിന്റെ പേരുണ്ടായിരുന്നുവെങ്കിൽ പോലും റഹീസ് അറസ്റ്റിലാകുമായിരുന്നു ശ്രീ ഫൈസൽ. അതുണ്ടായിട്ടില്ല. റയീസ് പോലീസ് കസ്റ്റഡിയിലാണ്. അഭിലാഷേ, അല്ല, എനിക്ക് മനസ്സിലാവുന്നത് ഹാജരായിട്ടുണ്ട്.
ഞാൻ പറയുന്നത് പോലീസിൽ അല്ല ഹാജരായിട്ടില്ല. പോലീസ് കസ്റ്റഡിയിലുണ്ട്. അതിനകത്താണ് കസ്റ്റഡിയിലുണ്ടെങ്കിലും വിയോജിക്കുന്നത്. അല്ല, റഹീസ് റഹീസിനെ കുറിച്ച് കുറ്റക്കാരനാണ് പോലീസ് എങ്കിൽ പറഞ്ഞത് ഫൈസൽ അയാളുടെ റഹീസ് കേസ് ശിക്ഷിക്കപ്പെടണമെന്നേ. വല്ലാണ്ട് അയാളുടെ അത് കേസിൽ ആർക്കും ഒരു പ്രതിയല്ലാന്ന് പോലീസ് അല്ല, പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയുന്നത് റഹീസിനെ ആക്രമിച്ചു. റഹീസ് ഇപ്പോഴാണ് നിയമത്തിന്റെ വഴിയിൽ വന്നത്. അവിടെയാണ് പ്രശ്നം. റഹീസ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ടാണ് അതിനെ നേരിടേണ്ടിയിരുന്നത്. റഹീസിനെ ഞങ്ങൾ ആക്രമിച്ചു. അപ്പൊ റഹീസും പ്രതിയാണ്. റയീസിനെ ഞങ്ങൾ ആക്രമിച്ചു. അപ്പൊ റയീസ് അതിനകത്ത് ആക്രമിച്ചു എന്ന് പറയുന്ന 13 ആളുകളും പ്രതിയാണ്. അക്രമം കൊണ്ട് റയീസും പ്രതിയാണെന്നാണ് അഭിലാഷ് പറയുന്നത്. അല്ല, അതെന്ത് വേർഷനാ? റഹീസിനെതിരെ അത് നൽകിയിട്ടുള്ളത് ഉമ്മയാണ് നമുക്ക് പരാതി. തിരിയുന്നില്ല. റസീന എന്ന പെൺകുട്ടിയുടെ ആത്മഹത്യക്കുറിപ്പിൽ റഹീസിനെ കുറിച്ച് പരാമർശമില്ല എന്ന് പോലീസ് തന്നെ വ്യക്തമാക്കിയതാണ്. ഉമ്മ പറയുന്ന പരാതിയിൽ റഹീസിനെ ചോദ്യം ചെയ്യാം. ഉമ്മ പറയുന്നത് ശരിയാണ് എങ്കിൽ, അങ്ങനെ പണയിടപാട് നടന്നിട്ടുണ്ടെങ്കിൽ, സ്വർണം തട്ടിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ആത്മഹത്യയിൽ റഹീസിന് പങ്കുണ്ടെങ്കിൽ തീർച്ചയായും റഹീസ് ശിക്ഷിക്കപ്പെടണം. അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അത് നിയമപരമായി നടക്കേണ്ട ഒരു പ്രൊസീജിയറാണ്. ആ നിയമം SDPI അല്ല നടപ്പിലാക്കേണ്ടത്, SDPIയുടെ പ്രവർത്തകരല്ല, ആ റസീനയുടെ ബന്ധുക്കളുമല്ല നടപ്പിലാക്കേണ്ടത് എന്നാണ് താങ്കളോട് പറഞ്ഞത്. ശ്രീ നന്ദകുമാർ, ദയവായി തുടരൂ. അല്ല, ഏതാണെങ്കിലും വേറെന്താ എനിക്ക് വളരെ വ്യക്തമാകുന്നത്, ഈ ഫൈസൽ SDPI അടങ്ങുന്ന പ്രസ്ഥാനങ്ങൾക്ക് പങ്കുണ്ടെന്നുള്ളവരും ഫൈസൽ സമ്മതിച്ചിരിക്കുന്നു. എന്റെ ഏറ്റവും വലിയ വിഷയം ശരിക്കതാണ്. ഏതാണെങ്കിലും ഇത്തരത്തിലൊരു സദാചാര പോലീസ് ചമയാൻ വേണ്ടിയിട്ട് SDPI പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിന്, പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്, ഇത്തരത്തിൽ ആരാണ് അധികാരം കൊടുത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതൊരു ജനാധിപത്യ സംവിധാനത്തിന് നേർക്കുള്ള ഒരു കടുത്ത വെല്ലുവിളിയാണ്. ഇതിനെയാണ് താലിബാനിസം എന്ന് പറയുന്നത്. താലിബാനില് അവിടെ നടന്നിരിക്കുന്ന, അഫ്ഗാനിസ്ഥാനിൽ നടന്നിരിക്കുന്നത് ഇതേപോലെ തന്നെയായിരുന്നു. ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള് അവർ കേസിലെ പ്രതികളെ തീരുമാനിക്കുന്നു, അവർ കുറ്റവിചാരണ നടത്തുന്നു, അവരിവരെ ശിക്ഷിക്കുന്നു. സമാനമായിട്ടുള്ള രീതിയിലാണ് നടന്നത്. ഇവിടെ മൂവാറ്റുപുഴയിൽ നടന്നത് തന്നെയാണല്ലോ. ജോസഫ് മാഷിനെ കേസിൽ ജോസഫ് മാഷിന്റെ പ്രതിയാണെന്ന് ഇവരങ്ങ് തീരുമാനിക്കുന്നു. എന്നിട്ട് ജോസഫ് മാഷിനെ ഇവര് സ്വയം കുറ്റവിചാരണ ചെയ്യുന്നു. ജോസഫ് മാഷിനെ കൈ ഇവര് വെട്ടിക്കളയുന്നു. എന്തൊരു ക്രൂരമായിട്ടുള്ള ഏർപ്പാടാണ്. അത് തന്നെയാണല്ലോ അഭിമന്യുവിന്റെ കേസിൽ സംഭവിച്ചത്. അഭിമന്യുവിന് ഇവര് പ്രതിയായിട്ട് ഇവർ തീരുമാനിക്കുന്നു. അവർ അഭിമന്യുവിനെ വിളിച്ചു വരുത്തുന്നു. ആ അഭിമന്യുവിനെ അവിടെ ഇതിന്റെ മറ്റേ കോളേജിന്റെ ഏറ്റവും കോളേജ് ഫേസിന് വെച്ചിട്ട് ആ ചെറുപ്പക്കാരനായിരിക്കുന്ന കുട്ടിയായിരിക്കുന്ന ആളെ അതിക്രൂരമായിട്ടുള്ള രീതിയിൽ കൊലപ്പെടുത്താൻ വേണ്ടി തയ്യാറാവുന്നു. എന്ന് വെച്ചാൽ കേസില് പ്രതികളെ തീരുമാനിക്കുന്നത് ഇവരാണ്, അതിന് വിചാരണ നടത്തുന്നത് ഇവരാണ്, അതിനുശേഷം ശിക്ഷിക്കുന്ന ഇവർ തന്നെയാണ്. എല്ലാ പണിയും കൂടി ഇവർ തന്നെ ഏറ്റെടുത്തങ്ങ് നടത്താൻ തീരുമാനിച്ചാൽ ഈ ഇന്ത്യയിലുള്ള, കേരളത്തിലുള്ള പോലീസിന്റെ ആവശ്യം എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. എന്തിനാണ് ഇവിടെ ഭരണകൂടം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പറയുന്ന പണിയൊക്കെ കൂടി SDPI അങ്ങ് ചെയ്താൽ മതിയല്ലോ. ഇത് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നേരത്തെ പറഞ്ഞ പോലെ, ഗോകുല് പറഞ്ഞ പോലെ, ഒരു സമയത്ത് ഇതിന്റെ പേര് ആദ്യം സിമി എന്നായിരുന്നു പേര്. ആ സിമിനെ വേറെ രാഷ്ട്രീയ പ്രസ്ഥാനം NDF ആയിട്ട് വരുന്നു. NDF അവർ പിന്നെ വേറെ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് വരുന്നു. പിന്നെ പോപ്പുലർ ഫ്രണ്ട് ആയിട്ട് വരുന്നു. പോപ്പുലർ ഫ്രണ്ടിനെ പിടിച്ചാലെന്ന് വിചാരിച്ചിട്ട് അവർ SDPI ആയിട്ട് വരുന്നു. എന്ന് വെച്ചാൽ രാഷ്ട്രീയ പാർട്ടികളെ നിരോധിക്കാത്തത് കൊണ്ട്, ആ രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലിരുന്നു കൊണ്ട് ഈ തരത്തിൽപ്പെട്ട സാധാരണക്കാരായിരിക്കുന്ന ആളുകളെ കുറ്റവിചാരണ ചെയ്ത് അവരെ ശിക്ഷിക്കുന്ന പ്രവർത്തനം അത്യന്തം വളരെ വേദനാജനകമാണ്. പ്രത്യേകിച്ച് കേരളത്തെ പോലൊരു സംസ്ഥാനത്ത് പ്രതികളെ തീരുമാനിക്കുന്നതും കുറ്റവിചാരണ നടത്തുന്നതും ശിക്ഷിക്കുന്നതുമെല്ലാം തന്നെ ഒരു വിഭാഗമാകുന്നത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്കെതിരായിട്ട് അതിശക്തമായിട്ട് പോലീസിന് അന്വേഷണം നടക്കണം. അന്വേഷണത്തിൽ തെളിയട്ടെ. SDPI അല്ലെങ്കിൽ ആവണ്ട. ആർക്കാ വിരോധമുള്ളത്? SDPI ആകണമെന്ന് ഞങ്ങൾക്കാർക്കും യാതൊരു നിർബന്ധവുമില്ല. അതേപോലെ തന്നെ മുസ്ലിം ലീഗ് ആവണമെങ്കിൽ ആയിക്കോട്ടെ, CPM ആവണമെങ്കിൽ ആയിക്കോട്ടെ, ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ടവരാകണമെങ്കിൽ ആയിക്കോട്ടെ. അതിലല്ല നമ്മുടെ പ്രശ്നമുള്ളത്. ഈ ഇതിനകത്ത് യഥാർത്ഥമായിട്ടുള്ള പ്രതികളെ സംരക്ഷിക്കുവാനുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമം, അതിനെതിരായിട്ടുള്ള ഒരു ഭീഷണിയാണ് ഞാൻ മനസ്സിലാക്കുന്ന ഇടത്തോളം കൊണ്ട് ഇന്നലെ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയിരിക്കുന്ന മാർച്ച്. ഈ തരത്തിൽപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയ ആളുകളെ ഒരു ഭീഷണിപ്പെടുത്തുന്ന ഒരു സ്വഭാവം അതൊരിക്കലും ജനാധിപത്യത്തിന് ചേരുന്നതല്ല. ഇന്നിപ്പോ നടന്നിരിക്കുന്ന SDPIയുടെ പ്രവർത്തനങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത്, അവർ പ്രതിയല്ലെങ്കിൽ ആർക്കപ്പോ വിരോധമുള്ളത്? ഇവരെന്തിനെ ഞങ്ങൾ പ്രതിയല്ല, ഞങ്ങൾ മാർച്ച് നടത്തും, ഞങ്ങൾ അക്രമം കാണിക്കും. ഈ തരത്തിൽപ്പെട്ട അക്രമങ്ങളിലേക്ക് ഇവർ തിരിയുന്നത് ഒരിക്കലും നല്ല ലക്ഷണമല്ല എന്നാണ് എനിക്കിതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ശ്രീ ഗോകുൽ, ഇവിടെ ആവർത്തിച്ച് പറയുന്നു, ഇത്തരം പ്രവൃത്തികൾ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായാലും അത് ചർച്ച ചെയ്യപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത്തരക്കാരെ തള്ളിപ്പറയാനാണ് ആ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകേണ്ടത്. ഏതെങ്കിലും വ്യക്തികളുടെ സ്വകാര്യമായ അന്യായങ്ങളായി വരുന്ന വിഷയങ്ങൾ നിയമപരമായി നേരിടേണ്ട ഒന്നാണ്. അതിൽ പ്രത്യേകിച്ച് സ്ത്രീത്വത്തെ
മാനിക്കേണ്ട വിഷയങ്ങൾ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ്. അത് കോടതി മുറികളിൽ ആണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്, നിയമ സംവിധാനം വഴിയാണ്. അതിനു പകരം ഏതെങ്കിലും ഒരു പാർട്ടിയോ സംഘടനകളോ വ്യക്തികളോ, അത് ബന്ധുക്കളായാൽ പോലും കോടതി ചമയുന്നതിനെ ശക്തമായി എതിർക്കപ്പെടേണ്ടതുണ്ട്. ഇവിടെ ഈ പറയുന്നത് പോലെ ബന്ധുക്കളാണ് എന്നത് ഒക്കെ ഒരു ന്യായമായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ന്യായമായല്ല, അന്യായമായാണ് കേരളത്തിന്റെ പൊതുസമൂഹം ഇതിനെ വിലയിരുത്തുന്നത്. ഇവിടെ സഹോദരനായാൽ, സഹോദരിയായാൽ, അച്ഛനായാൽ, അമ്മയായാൽ, കുട്ടികളായാൽ, മക്കളായാൽ പരസ്പരം കൊല്ലാം, സദാചാര ഗുണ്ടായുസം നടത്താം. അവർ SDP ആണെങ്കിൽ അവരെ കുറ്റവിചാരണ കൂടി നടത്തി അങ്ങ് തൂക്കിക്കൊല്ലാനുള്ള ആരാച്ചാരുടെ പണിയും എടുക്കാം എന്നാണ് ഇവിടെ SDP നേതാവ് വന്നിരുന്ന് ഉദ്ഘോഷിക്കുന്നത് കണ്ടത്. എത്ര പരിഹാസ്യമാണ് എന്ന് മാത്രമേ എനിക്ക് അതിൽ പറയാനുള്ളൂ. ഇവിടെ ഇവര് ഈ ഒരു രീതിയിലും SDP എന്താ ഞാൻ സൂചിപ്പിച്ചു, ഇവര് സിമി മാറി, NDF മാറി, PFI മാറി, പോപ്പുലർ ഫ്രണ്ട് മാറി വന്ന സംഘടനയാണ് ഈ SDP. ഇവർക്ക് സ്വന്തമായി സ്വത്വമോ സ്വന്തമായിട്ടുള്ള നിലനിൽപ്പോ അടിസ്ഥാനമോ ഇല്ല. അതിന് കാരണം വിവിധ ഘട്ടങ്ങളിൽ ഈ നാട്ടിൽ, ഈ സമൂഹത്തിൽ പേടി, ഭയം പരത്താനുള്ള നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. ഇവിടെ കണ്ണൂരിൽ ആയുധ പരിശീലനം നടത്തിയപ്പോ ഞങ്ങൾ ഇതൊന്നും കണ്ടവരല്ല, ഇതിലൊന്നും ചെയ്തവരല്ല എന്ന് പറഞ്ഞവരാണ് ഈ പോപ്പുലർ ഫ്രണ്ടുകാരും NDFകാരും SDP ഇവിടെ കാശ്മീർ റിക്രൂട്ട്മെന്റ് നടത്തിയപ്പോ ഞങ്ങൾ അതിന്റെ ഭാഗമേ അല്ല എന്ന് പറഞ്ഞവരാണ് ഈ SDP പോപ്പുലർ ഫ്രണ്ടുകാർ, ഈ NDFകാർ. ഇവിടെ നാദാപുരത്ത് നാഷണൽ ഡിഫൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ ഘടനയിൽപ്പെടുന്ന മതവികാരങ്ങളെ വ്രണപ്പെടുത്തി അതിനെ ഉയർത്തിക്കൊണ്ടുവന്ന് കലാപങ്ങൾ സൃഷ്ടിക്കാൻ ഉണ്ടാക്കിയ NDFന് ശരി, അതെന്ത് തന്നെയാണെങ്കിലും അതൊക്കെ എന്ത് തന്നെയാണെങ്കിലും SDP എന്ന് പറയുന്നത് പ്രവർത്തനാനുമതിയുള്ള ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഞാൻ ആ ചോദ്യം ആവർത്തിച്ച് ചോദിക്കുകയാണ്. അത് SDP ആകട്ടെ മറ്റിതര രാഷ്ട്രീയ പാർട്ടികളാകട്ടെ, ഇത് ചർച്ച ചെയ്യപ്പെടുന്നത് നാളെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയോ സംഘടനകളോ ഒന്നും ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്ന സന്ദേശം കൂടി ഈ സമൂഹത്തിന് നൽകുന്നതിന് വേണ്ടിയാണ് ശ്രീ ഗോകുൽ. SDP മാത്രമല്ല, ഒരു SDP രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന് പേപ്പറിൽ മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ SDP തൊട്ട് മുമ്പിലുള്ള പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടന 2022 സെപ്റ്റംബറിൽ നിരോധിക്കപ്പെട്ട സംഘടനയാണ്. അത് നിരോധിച്ചപ്പോൾ അവർ പുതിയ പേരുമായി വന്നു. വീണ്ടും താങ്കൾ അതിലേക്ക് പോവുകയാണ്. ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കും. വളരെ പെട്ടെന്ന് ശ്രീ ഗോകുൽ, നമ്മുടെ വിഷയം പറയൂ, വളരെ പെട്ടെന്ന്, സമയപരിമിതിയുണ്ട്. അഭിലാഷ് BJPയെയാണ് ഉപദേശിക്കുന്നത്. കൊലപാതകങ്ങളും ഞാനൊരു ഉപദേശത്തിനുമില്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആവർത്തിച്ച് പറഞ്ഞു. ഉപദേശിക്കുന്നത് അഭിലാഷിന്റെ എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയെ ഉപദേശിക്കേണ്ട ഉത്തരവാദിത്തമില്ല, ഞാൻ അതിന് മുതിരുന്നില്ല. പക്ഷേ ഏത് രാഷ്ട്രീയ പാർട്ടിയും ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ ഇടപെടാനുള്ള ഒരു സ്വാതന്ത്ര്യവും ഒരു അർഹതയും ഇല്ല. വിവരക്കേട് പറയരുത്, വിവരക്കേട് പറയരുത്, നിങ്ങൾ ന്യായം ഫൈസൽ വിവരക്കേട് പറയരുത്. മനുഷ്യനെ കൊന്നു തള്ളുന്ന പ്രസ്ഥാനം വിവരക്കേട് പറയരുത്. ഫൈസൽ വിവരക്കേട് ഇസ്ലാമിക തീവ്രവാദിയായിട്ട് ഫൈസല് വിവരക്കേട് പറയരുത്. RSSന് മഹാത്മാഗാന്ധിയുടെ വധത്തില് മണ്ടത്തരം പറയരുത് ഫൈസൽ. എന്തായാലും നമ്മുടെ വിഷയം എന്തായാലും ചരിത്രത്തിൽ ഉദ്ധരിച്ചുകൊണ്ടൊന്നുമല്ല. ഞാൻ ആവർത്തിക്കുന്നു, ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. സമയപരിമിതിയുണ്ട്, അതുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കുന്നു. ഇവിടെ ചരിത്രത്തിലേക്ക് പോകേണ്ടതില്ല, നമ്മൾ വർത്തമാനത്തിലേക്കാണ് ചിന്തിക്കുന്നത്, ഭാവിയിലേക്കാണ് ജീവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആവർത്തിച്ച് പറയുന്നു, സ്ത്രീകൾ എങ്ങനെ ജീവിക്കണം, എന്ത് ധരിക്കണം, എന്ത് കഴിക്കണം എന്നൊന്നും ഒരാണധികാരവും തീരുമാനിക്കേണ്ടതില്ല. അതാര് ഏത് സംഘടനയുടെ പേരിൽ ആണെങ്കിലും എന്ന് ആവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. സ്പെഷ്യൽ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.